ഞങ്ങളുടെ ടീം ഡൊമൈൻ ലീഡ് ഇസ് എ ഫീമെയിൽ, ഞങ്ങളുടെ ടീം ലീഡ് ഇസ് എ ഫീമെയിൽ, ഞാനാണ് ടീമിലെ സീനിയർ എഞ്ചിനീയർ, ഞാൻ മൈസെൽഫ് ഇസ് എ ഫീമെയിൽ. ഞങ്ങളുടെ ടീമിൽ ആകെ 2 മെയിലേ ഉള്ളൂ. ഫീമെയിൽ ഡോമിനേഷൻ ആണ്. ഞങ്ങളുടെ ടീമിൽ പ്രത്യേകിച്ച് ഫീമെയിൽ ഡോമിനേഷൻ ആണ്. റിസൾട്ട് വരുമല്ലോ, നമുക്ക് കട്ട് ഓഫ് വന്നു കഴിഞ്ഞപ്പോൾ എന്റെ പേര് കാണാണ്ടായില്ല ലിസ്റ്റില്. ഞാൻ ബാക്കിൽ നിന്ന് തപ്പിക്കൊണ്ടിരിക്കണേ, കാണാനേ ഇല്ല. എന്റെ വീട്ടിൽ ഞാൻ പറഞ്ഞു കട്ട് ഓഫ് ഒക്കെ ഓവർകം ചെയ്തു, പക്ഷെ പേര് കാണാനില്ല ലിസ്റ്റ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇന്റർവ്യൂ എത്തോ ഇല്ലെന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോള് പറയണം. അപ്പൊ അതിനകത്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ എന്തായാലും ലാസ്റ്റ് ആയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് PDF സെർച്ച് ചെയ്യില്ലേ, സെർച്ച് ബട്ടൺ വെച്ചിട്ട് പേര് സെർച്ച് ചെയ്തപ്പോ എന്റെ ഫസ്റ്റ് പേജിൽ വരാം. കൂടെ ഉള്ളവരൊന്നും പഠിച്ചില്ലെന്നു. രാജസ്ഥാനില് ഒറ്റ പ്രശ്നമുള്ളത് നോൺ വെജ് ഒന്നും പറ്റില്ല. നമുക്ക് മലയാളികൾക്ക് പൊതുവെ നോൺ വെജ് ഒന്നുമില്ല. സാമ്പാറിനൊന്നും പറയാൻ പറ്റില്ല, ഒരു രസം പോലത്തെ അവരുടേതായ സാമ്പാർ, അവരുടേതായ കറി. ഈവൻ ഐ ഹാഡ് റിയലി സ്ട്രഗിൾഡ് ടു ഗെറ്റ് മൈ ഇന്റേൺഷിപ്പ്. കോവിഡിന്റെ സമയത്തായിരുന്നു ഒരാൾ ഇന്റേൺഷിപ്പ് തന്നെ. ഞാനും എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഒരേപോലെ സ്ട്രഗിൾ ചെയ്തൊരു സമയമാണ്. അപ്പോഴാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ല. അതിപ്പോൾ പറയുകയാണെങ്കിൽ ഞാൻ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്, ലൈക്ക് 6th സ്റ്റാൻഡേർഡ് 5th സ്റ്റാൻഡേർഡ് കോഡിങ് പഠിപ്പിക്കുന്നുണ്ട്. നോട്ട് റിയലി, പക്ഷെ ട്യൂഷൻ പോലെയാണ് പഠിപ്പിക്കുന്നത്. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ, അല്ലാതെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഈവൻ കുഞ്ഞു കുട്ടികളായാലും വലിയ കുട്ടികളായാലും. അപ്പോൾ അവർ പോലും വിത്തിൻ 1 month ഒക്കെ അത്യാവശ്യം നല്ല മീഡിയം, ഹൈ, മീഡിയമിലൊക്കെ നല്ലോണം പെർഫോം ചെയ്യാറുണ്ട്. ഈവൻ എൻ്റെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പനമ്മയ്ക്കും ഇന്ന് എനിക്ക് പ്രൗഡായിട്ട് പറയാം, എൻ്റെ അപ്പനമ്മയ്ക്ക് എക്സാക്ട്ലി ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാം. അവർക്ക് IT ഫീൽഡിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ടുഡേ ഐ ക്യാൻ ഹിയർ ദം സേയിങ് ലൈക്ക് വാട്ട് എക്സാക്ട്ലി ഐ എം ഡൂയിങ്. ഹായ് ഗൈസ്, അപ്പോൾ ഇന്ന് നമുക്ക് വളരെ സ്പെഷ്യലായ ഒരു ഗസ്റ്റാണുള്ളത്. നമ്മളുടെ കൂടെ ചാലക്കുടിക്കാരിയായ അഗീത നമ്മളുടെ കൂടെ ഇരിപ്പുണ്ട്. അങ്ങ് ചാലക്കുടിയിൽ നിന്ന് വന്നിരിക്കുകയാണ്. TCSൻ്റെ വെരി ബിസി ഷെഡ്യൂളിൽ നിന്ന് നമ്മളുടെ യങ് ജനറേഷനെ, അടുത്ത ആളും ഭയങ്കര യങ് ആണ്, പക്ഷേ കോളേജിൽ പഠിക്കുന്ന കുട്ടികൾ, ഇപ്പോൾ പാസ് ഔട്ടായ കുട്ടികൾക്ക് നല്ലൊരു അഡ്വൈസ് കൊടുക്കാൻ വേണ്ടിയിട്ട് എങ്ങനെയാണ് AI, ഡാറ്റാ സയൻസിന് AI എന്നുള്ള ഫീൽഡിൽ കയറി പറ്റണം എന്നുള്ളൊരു അഡ്വൈസ് തരാൻ വേണ്ടിയിട്ടാണ് ഞങ്ങൾ അഗീതേനെ വിളിച്ചു വരുത്തിയത്. നമ്മൾ കഴിഞ്ഞ വീഡിയോസ് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. നമ്മൾ HR ഫീൽഡിൽ നിന്ന് ഒരാൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു, IBM വർക്ക് ചെയ്തുകൊണ്ടിരുന്നത്. പിന്നെ നമ്മൾ EYയിൽ ഫിനാൻസ് ആൻഡ് അക്കൗണ്ടിങ് ഫീൽഡിലേക്ക് അല്ലെങ്കിൽ കൺസൾട്ടിങ് ഫീൽഡിലേക്ക് കയറാൻ വേണ്ടിയിട്ട് EYയുടെ ഒരു ആളെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. ഇപ്പം നമ്മുടെ സ്റ്റുഡൻസ് വളരെ ഇൻട്രസ്റ്റഡ് ആയിട്ട് അറിയാൻ ആഗ്രഹിക്കുന്നൊരു മേഖലയാണ് ഡാറ്റാ സയൻസ് ആൻഡ് AI. അപ്പോൾ നമ്മൾ ഇതിൻ്റെ കൂടുതൽ കോംപ്ലിക്കേറ്റഡ് കാര്യങ്ങൾ കയറുന്നതിന് മുമ്പ് അഗീതയുടെ ഒരു പേഴ്സണൽ ബാക്ക്ഗ്രൗണ്ട് പറഞ്ഞു തരാമോ? എങ്ങനെയാണ് സ്കൂൾ പഠിച്ചത്? ചാലക്കുടിയിൽ എവിടെയാണ് വീട്? ഇപ്പോഴും ചാലക്കുടിക്കാരെ കുറേ പേര് കാണുന്നുണ്ടാവും. അവിടെ എവിടെയാണ് വീട്? സ്കൂളിൽ എങ്ങനെയാണ് പഠിച്ചത്? പിന്നെ കോളേജിൽ എത്തിപ്പെട്ട കഥ. ഓക്കെ, സോ എൻ്റെ പേര് അഗീത ബാബു. തൃശ്ശൂർ ജില്ലയിൽ ചാലക്കുടിക്കടുത്ത് മേലൂരാണ് എൻ്റെ സ്വദേശം. ഞാൻ MSc ബിഗ് ഡേറ്റ അനാലിറ്റിക്സ് പഠിച്ചു കഴിഞ്ഞ് TCSൽ പ്ലേസ്മെൻറ്റ് ത്രൂ ആണ് എനിക്ക് ജോയിൻ ചെയ്തത്. ഇപ്പോൾ ഒരു സീനിയർ ബിഗ് ഡേറ്റ എഞ്ചിനീയറായിട്ട് വർക്ക് ചെയ്യുന്നു TCSൽ. സ്കൂളിംഗ് ഒക്കെ പറയുകയാണെങ്കിൽ അവിടെ അടുത്ത് ചാലക്കുടി തന്നെ കാർമൽ ഹയർ സെക്കൻഡറി സ്കൂളിലാണ് ഞാൻ പഠിച്ചത്. +1 വരെ 10th വരെ അവിടെ പഠിച്ചു. +1 +2 സെയിൻറ്റ് ആൻ്റണി മാളയിലാണ് പഠിച്ചത്. കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു എൻ്റെ ഇത്. ഫിസിക്സ് PCM വിത്ത് കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. അത് കഴിഞ്ഞ് BSc പഠിച്ചു. ഫിസിക്സ് ആയിരുന്നു മെയിൻ. അത് പഠിച്ചത് സെയിൻറ്റ് ജോസഫ് ഇരിങ്ങാലക്കുട എന്ന് പറഞ്ഞ കോളേജിലാണ്. BSc ഫിസിക്സ് ഇരിങ്ങാലക്കുട. അത് കഴിഞ്ഞിട്ട് ഞാൻ 1 year ഒരു ബ്രേക്ക് എടുത്തു, എനിക്ക് ജാമിന് പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ട്. കാരണം BSc പഠിച്ചു കഴിഞ്ഞപ്പോഴാണ് റിയലൈസ് ചെയ്തത് ഒന്നും എനിക്ക് ഫിസിക്സിനെ കുറിച്ച് അറിയില്ല. വേറെ എനിക്ക് ആക്ച്വലി പഠിക്കാൻ താല്പര്യം ഉണ്ടായത് ഫിസിക്സും ആണ്. ഒന്നും കിട്ടിയില്ലെങ്കിൽ മാക്സിമം ലൈക്ക് മാത്സിന് പോകണം എന്നായിരുന്നു. അപ്പോൾ ഇത് രണ്ടും മാത്രമാണ്. പ്യോർ സയൻസ് പഠിക്കാനായിരുന്നു എനിക്ക് താല്പര്യം. അങ്ങനെ ഒക്കെയായിരുന്നു ആഗ്രഹം. അങ്ങനെ 1 year. ആളിങ്ങനെ നമ്മള് ഒരു സ്റ്റെറിയോടൈപ്പിക്കൽ ബുജിയാണോ ശരിക്കും സ്കൂളിലൊക്കെ ഉണ്ടായിരുന്നത്? അങ്ങനെ പറയാൻ പറ്റില്ല. 10th ക്ലാസ്സിൽ എത്ര A+ ഉണ്ടായിരുന്നു ആൾക്ക്? അതൊക്കെ ഫുൾ ഉണ്ടായിരുന്നു. ഫുൾ A+. +2 അത് 5 എണ്ണം, ഒരെണ്ണത്തിന് ഒരു മാർക്കിന് കണ്ട് A+. അയ്യോ, ഇത് കുറെ പേരുടെ കഥയാണ്. 1 മാർക്കിന് A+ കുറെ വിഷമിക്കുന്ന ആൾക്കാരുണ്ട് നിങ്ങളുടെ നാട്ടില്. അപ്പൊ 1 മാർക്കിന് അവർ ഒരു A+ പോയി +2. എന്നിട്ട് ഡിഗ്രി പഠിച്ച സമയത്ത് ഇങ്ങനെ എന്തെങ്കിലും ഉണ്ടായിരുന്നോ? പഠിപ്പിച്ചിട്ടാണോ തെളിയിക്കുന്ന എന്തെങ്കിലും? ഇല്ല,
ഇല്ല ഞാൻ NCC ഉണ്ടായിരുന്നു, അതുകൊണ്ട് ക്ലാസിക്കറിൽ നമുക്ക് പൊതുവെ NCC-ലായിരുന്നു. NCC ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കോളേജിൽ തന്നെ. അപ്പൊ ഞങ്ങളുടെ വർഷമാണ് 3 year NCC ആയത്. അത്രയും നാള് 2 years NCC ആയിരുന്നു. അപ്പോൾ 3 year NCC ഉണ്ടായിരുന്നു. അപ്പൊ NCC-ൽ നമുക്ക് വെയിൽ കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നില്ലേ? NCC-ൽ അത്യാവശ്യം നമ്മൾ എല്ലാ പണിയും ഉണ്ടല്ലോ. അതിന് മാർക്കൊക്കെ കിട്ടുന്ന മാർക്ക് ഉണ്ട്, ഗുണമുണ്ട്. അതുകൊണ്ട് തന്നെയാണ് ക്ലാസിക്കറിൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെന്റ് തൊട്ടടുത്തായിരുന്നു NCC-യുടെ ഓഫീസ്. അതുകൊണ്ട് കമ്മ്യൂട്ട് ചെയ്യാൻ വലിയ ബുദ്ധിമുട്ടുണ്ടായില്ല. സെയിന്റ് ആന്റണീസ് കഴിഞ്ഞ് സെയിന്റ് പോൾസിൽ സെയിന്റ് ജോസഫ് ക്രൈസ്റ്റ് കോളേജ് കേട്ടുണ്ടോ? റിംഗ് ആയിട്ട് വരുന്ന ഒരു കോളേജാണ്. വിമൻസ് ഉള്ളി കോളേജാണ്. അവിടെ വെച്ചിട്ടാണ്, അതുകൊണ്ടാണ് NCC-ക്കൊക്കെ പോയത്. വിമൻസ് ഉള്ളി ആയതുകൊണ്ട് വുമൺ എംപവർമെന്റ് ആണ് നമ്മുടെ കോളേജിന്റെ മെയിൻ മോട്ടോ. താങ്കൾ ഇന്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ ഏറ്റവും കൂടുതൽ ശ്രദ്ധിച്ച കാര്യമാണ് ഈ വിമൻ എംപവർമെന്റിന്റെ കാര്യം പറഞ്ഞുകൊണ്ട് ഞാൻ ഓർത്തെ. അതായത് കോഡിങ് ഇപ്പൊ പൊതുവേ ഞാനൊരു കാണുന്നത് ഒരു മെയിൽ ഡോമിനേറ്റഡ് ഫീൽഡായിട്ടാണ്. കാരണം എനിക്ക് അറിയുന്ന എല്ലാ ഡെവലപ്പേഴ്സ് സത്യം പറഞ്ഞ ആണുങ്ങളാ. എനിക്ക് അങ്ങനെ ഒരു ഫീമെയിൽ ഡെവലപ്പറിന് പരിചയം, അത് വേർഡ് പ്രസ് ഡെവലപ്പറാ. അപ്പം വേർഡ് പ്രസ് ഡെവലപ്പർ നല്ല ഡെവലപ്പറാണ്, പക്ഷേ മേണ് പൈത്തൺ അങ്ങനെ ഹാർഡ് കോർ കോഡിങ് ഇല്ലേ, കോർ കോഡിങ്ങിൽ അധികം ആൾക്കാരെ കണ്ടിട്ടില്ല ഗേൾസ് ആയിട്ട്. എനിക്ക് എൻ്റെ പരിചയത്തിലില്ലാന്ന് തോന്നുന്നു ഇതുവരെ. അപ്പം ഞാൻ ചോദിക്കുകയാണെങ്കിൽ TCS-ൽ വർക്ക് ചെയ്യുന്ന സമയത്ത് അവിടെ ഫുൾ ടീം ഒറ്റ പെങ്കൊച്ചാണോ താങ്കളതോ അതോ കുറെ ഗേൾസ് ഉണ്ടോ? ഞങ്ങളുടെ ടീം ഡൊമൈൻ ലീഡ് ഇസ് എ ഫീമെയിൽ, ഞങ്ങളുടെ ടീം ലീഡ് ഇസ് എ ഫീമെയിൽ. ഞാനാണ് ടീമിലെ സീനിയർ എഞ്ചിനീയർ. ഞാൻ മൈസെൽഫ് ഇസ് എ ഫീമെയിൽ. ഞങ്ങളുടെ ടീമിൽ ആകെ 2 മെയിലേ ഉള്ളൂ, ബാക്കിയൊക്കെ ഫീമെയിൽ. അവിടെ ഫീമെയിൽ ഡോമിനേഷൻ ആണ്. ഞങ്ങളുടെ ടീമിൽ പ്രത്യേകിച്ച് ഫീമെയിൽ ഡോമിനേഷൻ ആണ്. ഡോമിനേഷൻ എന്ന് പറയാൻ പറ്റില്ല കേട്ടോ, നമ്മള് മെജോറിറ്റി. എനിക്ക് തോന്നുന്നത് ശരിക്കും നമ്മളുടെ കുറെ ഗേൾസിന് ഒരു മോട്ടിവേഷൻ തന്നെയാണ് ഈ ഫീൽഡ് ട്രൈ ഔട്ട് ചെയ്യാൻ. കാരണം കുറെ പേര് ഇങ്ങനെ ഒരു ഇംപ്രഷനിൽ, അങ്ങനെ ഒരു സ്റ്റെറിയോ ടൈപ്പിൽ കുറെ പേര് ഇത് വേണ്ടെന്ന് വെക്കാറുണ്ട്. അതിന് ഞാൻ ശ്രദ്ധിച്ച കാര്യം എന്ന് പറഞ്ഞാൽ, ചെറുപ്പത്തിൽ ഇപ്പം നമുക്ക് കമ്പ്യൂട്ടറിന് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ ചേട്ടനെ വിളിച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യിപ്പിക്കാറ്. അല്ലെങ്കിൽ അങ്ങനെ വന്ന് വരുന്ന സമയത്ത് കുറെ ഗേൾസിന്റെ മൈൻഡിനകത്ത് അത് കയറിപ്പോവും. അത് വേണ്ട, ആ വഴിക്ക് പോകണ്ടെന്ന രീതിയിൽ കയറിപ്പോവും കുറെ ഗേൾസിന്. അങ്ങനെ ഒരു സാഹചര്യത്തിൽ താങ്കൾ എങ്ങനെയാണ് ഇവിടെ വന്നെത്തിയത്? ഇത് ഡ്രീം ഒന്നും ആയിരുന്നില്ലല്ലോ. ആക്സിഡന്റൽ ജേർണി ആയിരുന്നു. ഡേറ്റ സയൻസ് AI ആവണം അങ്ങനെ ഡ്രീം ഇല്ല, സ്കൂളിലും കോളേജിലും ഇല്ല. ഇല്ല, കാരണം ഞാൻ പറഞ്ഞല്ലോ, അപ്പൊ ഞാൻ ജാം പ്രിപ്പയർ 1 year ബ്രേക്ക് എടുത്ത ഒരാളാണ്. അത് കഴിഞ്ഞ് ഞാൻ MSc-ക്ക് അപ്പൊ നമ്മൾ അപ്ലൈ ചെയ്യണ നേരത്ത് എനിക്കൊരു IIT-ൽ ഒരു ഓപ്പർച്യൂണിറ്റി വന്നു. സെയിം ടൈമാണ് സെൻട്രൽ യൂണിവേഴ്സിറ്റി. അപ്പൊ സെൻട്രൽ യൂണിവേഴ്സിറ്റിക്ക് 3 ഇതിന് ഇന്റർവ്യൂവിന് 3 ഇതിനകത്ത് ഇന്റർവ്യൂവിന് വിളിച്ചു. മറ്റോടത്ത് 2 ഇതിനായിരുന്നു. അപ്പൊ എന്റെ അമ്മ പറഞ്ഞു, അതെന്ന് വെച്ചാൽ ഹിമാചൽ പ്രദേശാണ്, ക്വൈറ്റ് ഫാർ. അപ്പൊ അമ്മ പറഞ്ഞു, നമുക്ക് ചേട്ടൻ അന്നേരത്ത് ഓസ്ട്രേലിയയിലോ, അപ്പോൾ ചേട്ടൻ വിത്തിൻ 24 hours 1 ഡേയുള്ളിൽ ചേട്ടൻ വീടെത്തും. എന്തെങ്കിലും ഒരു എമർജൻസി വീട്ടിൽ വന്നാൽ നീ ബസ്സൊക്കെ പിടിച്ച് ഒരു 24 hours ട്രാവലും കഴിഞ്ഞ് പിന്നെ ഡൽഹിയിൽ നിന്ന് ഫ്ലൈറ്റ് എടുത്തിട്ടല്ലേ വരാൻ പറ്റുള്ളൂ. അപ്പൊ ഏറ്റവും അവസാനം വീട്ടിലെത്താൻ പോണെന്ന് ഈ ആയിരിക്കും. സോ ബെറ്റർ ലെറ്റ്സ് ഗോ ഫോർ രാജസ്ഥാൻ. കാരണം അവിടെയും എനിക്ക് MSc ഫിസിക്സിന് ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. ഇന്റഗ്രേറ്റഡ് വിത്ത് BEd-നും ഒരു ഇന്റർവ്യൂ ഉണ്ടായിരുന്നു. സെൻട്രൽ യൂണിവേഴ്സിറ്റി രാജസ്ഥാൻ. അപ്പോൾ ആ എക്സാം അങ്ങനെയായിരുന്നു. അതായത് നമുക്ക് 3 കോളേജിന് അപ്ലൈ ചെയ്യാം, 3 കോളേജിൽ 3 പേപ്പേഴ്സിന് അപ്ലൈ. അപ്പൊ ഞാൻ ഈ പേപ്പറിന് കൊടുത്തതിന് കാരണം എനിക്ക് ഫിസിക്സ് ആണല്ലോ മെയിൻ ആയിട്ട് വേണ്ടത്. അപ്പൊ എനിക്ക് എക്സാമിന്റെ പാറ്റേൺ അറിയില്ല, കംപ്ലീറ്റ്ലി ന്യൂ ടു ദ പാറ്റേൺ ആയിരുന്നു. ഞാൻ മുന്നത്തെ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്തിട്ടില്ല. അപ്പൊ പാറ്റേൺ അറിയാൻ വേണ്ടി ഞാൻ വെറുതെ കൊണ്ട് അറ്റംപ്റ്റ് ചെയ്തതാണ് ശരിക്കും ഈ എക്സാം. പക്ഷെ എന്റെ ഭാഗ്യവശാലോ എന്തുകൊണ്ടോ മിസ് ഫോർച്യൂൺ ഇപ്പൊ പറയാൻ പറ്റില്ല, ഫോർച്യൂൺ തന്നെ പറയണം, തോന്നിയ സാധനം. അന്ന് ഞാൻ ആ പാറ്റേൺ അറിയാൻ വേണ്ടി ഒരു ദിവസം മുന്നായിരുന്നു എക്സാം. അങ്ങനെ അറ്റംപ്റ്റ് ചെയ്ത എക്സാം ആണ്. എന്റെ കൂടെയുള്ള കുട്ടികളൊന്നും നന്നായി പേപ്പർ എഴുതിയില്ല എന്ന് ഞാൻ പറയാം. അതുകൊണ്ട് എനിക്ക് നല്ല റാങ്ക് ആയിരുന്നു. ആ PG-യുടെ പേര് MSc in ബിഗ് ഡേറ്റ അനലിറ്റിക്സ്. അപ്പം റാങ്ക് എത്ര ഉണ്ടായിരുന്നു? അന്ന് 10 താഴെ എങ്ങാണ്ട് 5-6 കണ്ടിട്ടുണ്ടായിരുന്നു. കാരണം ഞാൻ പറഞ്ഞു വരുമ്പോ ശരിക്കും നമ്മള് ആ റിസൾട്ട് വരുമല്ലോ, നമുക്ക് കട്ട് ഓഫ് വന്നു കഴിഞ്ഞപ്പോ എന്റെ പേര് കാണാണ്ടായില്ല ലിസ്റ്റില്. ഞാൻ ബാക്കിൽ നിന്ന് തപ്പിക്കൊണ്ടിരിക്കണം, കാണാനേ ഇല്ല. എന്നിട്ട് വീട്ടിൽ ഞാൻ പറഞ്ഞു കട്ട് ഓഫ് ഒക്കെ ഓവർകം ചെയ്തു, പക്ഷെ പേര് കാണാനില്ല ലിസ്റ്റ്. എന്നിട്ട് ലാസ്റ്റ് നമ്മൾ ഇന്റർവ്യൂ എത്തോ ഇല്ലേ എന്ന് പറഞ്ഞിട്ട് നമ്മളൊരു കോള് പറയണം. അപ്പൊ അതിനകത്ത് ഞാൻ നോക്കി കഴിഞ്ഞപ്പോ എന്തായാലും ലാസ്റ്റ് ആയിട്ട് നോക്കട്ടെ എന്ന് പറഞ്ഞിട്ട് PDF-ൽ സെർച്ച് ചെയ്യില്ലേ, സെർച്ച് ബട്ടൺ വെച്ചിട്ട് പേര് സെർച്ച് ചെയ്തപ്പോ എന്റെ ഫസ്റ്റ് പേജിൽ വരാം. കൂടെ ഉള്ളവരൊന്നും പഠിച്ചില്ല എന്ന് തോന്നുന്നു. കാരണം നമ്മുടെ കൂടെ ക്ലാസ്സിലുണ്ടായവരൊക്കെ കമ്പ്യൂട്ടർ സയൻസ്, സ്റ്റാറ്റ്സ്, മാത്സ് ഉള്ള കുട്ടികളായിരുന്നു. ഒന്നുമില്ലാത്ത സാധനമായിരുന്നു എന്റേത്. അപ്പോൾ എന്നെ പോലെ ഒരാൾക്ക് ഡെഫിനറ്റ്ലി ഇത് ചെയ്യാൻ പറ്റുമെങ്കിൽ ആർക്കും. കുറെ നാൾ മുമ്പായിരിക്കില്ലേ ഇതിപ്പോ? ഇതിപ്പോ 2019 6 years.
അപ്പം എക്സാം പാറ്റേൺ ഒന്നും ഓർമ്മ ഉണ്ടാവില്ലായിരിക്കും അല്ലേ? എക്സാം പാറ്റേൺ ഐ തിങ്ക് ഇറ്റ്സ് ഗോട്ട് അപ്ഡേറ്റഡ്. വ്യത്യാസം ഉണ്ടെന്ന് തോന്നുന്നു. ബേസിക് സീക്വൽ ആ വക DSA അങ്ങനത്തെ ക്വസ്റ്റ്യൻസ് ഒക്കെ ആയിരുന്നു. പക്ഷെ എനിക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാൻ പറഞ്ഞല്ലോ 10th ലൈക് +1 +2 ഞാൻ കമ്പ്യൂട്ടർ സയൻസ് ആണ് പഠിച്ചത്. അത്രയും കമ്പ്യൂട്ടർ എനിക്കറിയാം. പിന്നെ ഞങ്ങൾക്ക് BSc ഒരു പേപ്പർ ഇത് പറയില്ലേ, എങ്ങനെ വന്നാലും നമുക്ക് വരാൻ അതായിരിക്കും യോഗം. അതുകൊണ്ട് ഫിസിക്സിന് പൊതുവെ കെമിസ്ട്രി മാത്സ് ആണ് ലൈക് സബ്സിഡറി ആയിട്ട് വരാം. എനിക്കുണ്ടായത് ഒരു പേപ്പർ കമ്പ്യൂട്ടർ സയൻസ് ആയിരുന്നു. കെമിസ്ട്രി നമുക്ക് ഉണ്ടായില്ല. അങ്ങനെ ഞാൻ വേണ്ടാന്ന് വെച്ച് പഠിച്ചൊരു സാധനമാണ് വീണ്ടും അത്. അപ്പൊ അതുകൊണ്ടാണ് എനിക്ക് എലിജിബിലിറ്റി വന്നത്. അത് എക്സാം എഴുതാനായിട്ട് മാത്സ് വേണം. നമുക്ക് മാത്സ് ഉണ്ടെങ്കിൽ 2 years മാത്സ് പഠിച്ച ആൾക്കാർക്കാണ് ഈ MSc ബിഗ് ഡേറ്റ അനാലിറ്റിക്സിന് അപ്ലൈ ചെയ്യാൻ പറ്റും നമുക്ക്. പിന്നെ ഇംഗ്ലീഷും വേണം തോന്നുന്നു. അങ്ങനെ എന്തോ ഒരു ചെറിയ ക്രൈറ്റീരിയൻ ആയിരുന്നു. നമ്മൾ 2 year പഠിച്ചല്ലോ. അപ്പൊ അതുകൊണ്ട് വെറുതെ എക്സാമിന് പോയി സാധനം കിട്ടിയതാണ്. അങ്ങനെ ഇപ്പൊ PGയിൽ കയറി. അങ്ങനെ PGയിൽ കയറി. 2 വർഷത്തെ PG 2 years ആയിരുന്നു. ഫസ്റ്റ് സെമിസ്റ്റർ കഴിഞ്ഞ് സെക്കൻഡ് സെമിസ്റ്റർ ആയപ്പോഴേക്കും കോവിഡ് ഹിറ്റ് ചെയ്തു. നമ്മളൊക്കെ തിരിച്ച് നാട്ടിൽ വന്നു. 8 months ഒക്കെ ഞാൻ യൂണിവേഴ്സിറ്റി നിന്നിട്ടുള്ളൂ. അത് കഴിഞ്ഞ് പോന്നു. പിന്നെ ഒക്കെ ഓൺലൈൻ ആയിരുന്നു. ഓൺലൈനിൽ പഠിച്ച എല്ലാവർക്കും കൃത്യമായിട്ട് അറിയാലോ. കംഫർട്ടബിളോ ഒന്നും ആർക്കും അറിയണ്ടാവില്ല. നമ്മളൊന്നും പഠിക്കില്ല. ഒന്നെങ്കിൽ മനസ്സറിഞ്ഞ് പഠിക്കണം, അത്രയും പഠിക്കാൻ ഇൻട്രസ്റ്റ് ഉള്ള, അല്ലെങ്കിൽ ജസ്റ്റ് പാസിന് വേണ്ടി നമ്മൾ എങ്ങനെയെങ്കിലും ഒക്കെ മാർക്ക് അവിടെ നിന്ന് എത്തിക്കണ പോലെ ആയിരിക്കും. ഓൺലൈൻ പ്ലാറ്റ്ഫോം നടത്തണം ഞങ്ങളോട് ഇങ്ങനെ പറയണം. അങ്ങനെയല്ല, ഇവിടെ എന്ന് പറയുമ്പോൾ കുറച്ചും കൂടി നമ്മൾ പൈസ കൊടുത്ത് കോഴ്സിന് വരുന്ന കുട്ടികളല്ലേ. സ്റ്റോറി ഇസ് ഡിഫറെന്റ്. നമ്മുടെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും പാസ് ആവണമല്ലോ, ഡിഗ്രി കിട്ടണമല്ലോ, അപ്പൊ സ്റ്റോറി. പക്ഷെ അവിടെ വലിയ ഫീസ് ഒന്നും ഇല്ല ഈ സെൻട്രൽ യൂണിവേഴ്സിറ്റി എന്ന് പറയുമ്പോൾ. ഫീസ് ഉണ്ട്, എന്റെ അറിവിൽ ഫീസ് കുറവാണ്. ഗവൺമെന്റ് അല്ലേ കൂടുതൽ കമ്പയറിംഗ് ടു എനി അതർ യൂണിവേഴ്സിറ്റീസ് ഓർ കോളേജ്. യെസ്, അവിടെ എത്രയായിരുന്നു ഫീസ് ഓർക്കുണ്ടോ രാജസ്ഥാൻ? സോറി, ഐ ഡോണ്ട് റിമെമ്പർ. ഞാൻ UC കോളേജിലാണ് പഠിച്ചത്. അപ്പൊ UC കോളേജ് എയ്ഡഡാ. അപ്പൊ നമുക്ക് എന്തോ എനിക്കൊന്ന് 3000-2000 അങ്ങനെയൊക്കെ വരുള്ളൂ ഒരു വർഷം ഫീസ്. സെന്റ് ജോസഫ് അങ്ങനെ തന്നെയായിരുന്നു. പക്ഷെ എനിക്ക് തോന്നുന്നു എക്സാം ഫീ മാത്രമാണ് ഉണ്ടായത്. അതന്നെ സ്കോളർഷിപ്പ് ആയിട്ട് പോവുകയും ചെയ്തു. ആകെ കമ്മ്യൂട്ട് ചെയ്യുന്ന പൈസ മാത്രമേ എനിക്ക് കോളേജ് പഠിച്ച സമയത്ത് ഉണ്ടായുള്ളൂ. അപ്പൊ ഇവിടെ MSc ഡാറ്റ സയൻസ് പഠിച്ചു. അവിടെ മലയാളികൾ ഉണ്ടായിരുന്നു ക്ലാസ്സിൽ? ഇല്ല, ഐ വാസ് ദ ഫസ്റ്റ് മലയാളി. എന്റെ അച്ചോടിക്ക് അതിന് ഭയങ്കര സ്നേഹമായിരുന്നു. ഫ്രം ഒഡീഷ. മിസ്റ്റർ മാനസ് പാത്ര എന്ന് പറഞ്ഞ സാറായിരുന്നു. സാറിന് ആദ്യമായിട്ട് ഒരു മലയാളി സൗത്തിൽ നിന്ന് ഫസ്റ്റ് ഞാനാ തന്നെ. അപ്പൊ സാറിന് ഭയങ്കര സ്നേഹമായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് എന്നെ വിളിച്ച് ക്യാബിന് വിളിച്ചിട്ട് എങ്ങനെയുണ്ട്. അപ്പൊ ഞാൻ ചെന്നിട്ട് കംപ്ലൈന്റ് പറയും, സാർ ആ പേപ്പർ ഇനിയും കൊണ്ട് പറ്റണില്ല. അവിടുത്തെ ഭക്ഷണമൊക്കെ എങ്ങനെ അഡ്ജസ്റ്റ് ചെയ്തപ്പോ രാജസ്ഥാനില്? അല്ല, രാജസ്ഥാനില് ഒറ്റ പ്രശ്നമുള്ളത് നോൺ വെജ് ഒന്നും പറ്റില്ല. നമുക്ക് മലയാളികൾക്ക് പൊതുവെ നോൺ വെജ് ഒന്നുമില്ല. സാമ്പാറിനൊന്നും പറയാൻ പറ്റില്ല. ഒരു രസം പോലത്തെ അവരുടേതായ സാമ്പാർ, അവരുടേതായ കറി. അവിടെ നമുക്ക് രാജസ്ഥാനിലെ ഒരു ഡിഷ് ഉണ്ട്, ദാൽ ബാട്ടി ചൂർമ എന്ന് പറഞ്ഞിട്ട്. അത് രാജസ്ഥാനികൾ കഴിക്കില്ല, മലയാളികൾ കഴിക്കില്ല, ബാക്കി എല്ലാ നാട്ടുകാരും കഴിക്കും. മലയാളികൾക്ക് അതിന്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടില്ല. രാജസ്ഥാനികൾ ഇത് ഒറിജിനൽ സാധനത്തിന്റെ ടേസ്റ്റ് കൊളാക്കി എന്ന് പറയും. അപ്പൊ ഡിഷൊക്കെ എങ്ങനെയൊക്കെയോ നമ്മൾ പിന്നെ 8 മാസമല്ലേ ഉണ്ടായുള്ളൂ. അതെ, നമ്മള് ഫസ്റ്റ് സെമിസ്റ്റർ ഒന്ന് അഡ്ജസ്റ്റ് ആയി വന്നപ്പോഴേക്കും കോവിഡായി. പിന്നെ തിരിച്ച് വീട്ടിലായി. അതുകൊണ്ട് പിന്നെ നോ ഇഷ്യൂസ്. അങ്ങനെയായിരുന്നു. ഈ നമ്മള് 8 മാസം അവിടെ പഠിച്ചതിന് ശേഷം ഇവിടെ വന്നു കഴിഞ്ഞിട്ട് പരീക്ഷയ്ക്ക് എഴുതാൻ പോകേണ്ടി വന്നിട്ടുണ്ടായി? ഇല്ല, എഴുതാൻ പോക്കില്ല, ഓൺലൈൻ തന്നെയായിരുന്നു എല്ലാം. ഓൺലൈനായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ശരിക്കും പറഞ്ഞാൽ ഈ TCSൽ ചേരാനുള്ള ഒരു കാരണം, വൺ ഓഫ് ദ റീസൺ അതായിരുന്നു. ഞങ്ങൾക്ക് സെക്കൻഡ് സെമിസ്റ്ററിലാണ് നമുക്ക് ഡേറ്റാ സയൻസിന്റെ ML എന്ന് പറഞ്ഞ പേപ്പർ. അപ്പൊ ML ഞങ്ങൾ എല്ലാവരും അത്യാവശ്യം നന്നായി പഠിച്ചു. ML പഠിച്ചപ്പോൾ ഞങ്ങൾക്ക് മനസ്സിലായി ഈ സാധനം പഠിച്ചില്ല എന്നാണ് ഈ ജോലി കിട്ടില്ല എന്നുള്ളൊരു റിയലൈസേഷൻ അപ്പൊ ഹിറ്റ് ചെയ്തു. പക്ഷെ ബിഗ് ഡേറ്റ എന്ന് പറഞ്ഞ പേപ്പർ ഞങ്ങൾക്ക് ഉണ്ടായത് 3rd സെമിസ്റ്ററിലാണ്. അപ്പൊ ഒന്നും അറിയില്ല. കാരണം സാറും ഒരു റിസർച്ച് സ്കോളറാണ്. ആള് വല്ലപ്പോഴും ക്ലാസ്സിൽ വരുന്നു, അങ്ങനെയൊക്കെ ആയിരുന്നു. അപ്പൊ നമുക്കതിലും എനിക്കറിയില്ല ബാക്കിയുള്ള കുട്ടികളുടെ അവസ്ഥ. എനിക്ക് ഒരു തേങ്ങ അറിയില്ലായിരുന്നു, ഒന്നും അറിയില്ലായിരുന്നു. പഠിച്ചിറങ്ങിയപ്പോ ഒന്നും അറിയില്ലായിരുന്നു. ബിഗ് ഡേറ്റ എന്താന്ന് എക്സാക്ട്ലി ബിഗ് ഡേറ്റ അനാലിറ്റിക്സ് എന്ന് പറഞ്ഞ കോഴ്സ് MSc എന്ന് പറയുമ്പോൾ ബിഗ് ഡേറ്റ അറിയില്ല എന്താന്ന്. ഐ നോ ദ ഡെഫിനേഷൻസ്, ബേസിക് തിങ്ങളൊക്കെ അറിയാം. പക്ഷെ എനിക്ക് ഒരുപാട് ലൈക്ക് ഇൻവർക്ക് ആയിട്ട് ഒരു പ്രോജക്റ്റും ചെയ്തിട്ടില്ല, ഒരു എക്സ്പീരിയൻസ് ഇല്ല. അങ്ങനെ ഒരു PG ഒക്കെ CV ഉള്ളത് തന്നെ ഭയങ്കര വെയിറ്റ് അല്ലേ നമ്മൾ ഇന്റർവ്യൂക്ക് പോകുന്ന സമയത്ത്? കാരണം ഈ MSc ബിഗ് ഡേറ്റ എന്ന് പറയുമ്പോൾ ഇപ്പൊ എങ്ങനെ വന്നാലും MSc സയൻസിനാളും അല്ലെങ്കിൽ മാത്സിനാളും ബെറ്റർ ആയിരിക്കും ഇത്. അപ്പൊ ഇത് പഠിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ഇപ്പം TCSൽ എങ്ങനെ എത്തിയത്? TCSൽ പ്ലേസ്മെന്റ് ആയിട്ടായിരുന്നു. ക്യാമ്പസ് പ്ലേസ്മെന്റ്? അവർ കോളേജിൽ കോളേജ് വെച്ചിട്ടില്ല, നമുക്ക് കോളേജിന് MOM ഉണ്ട് ഒരെണ്ണം. അതായത് ഇത്ര കുട്ടികളെ എടുക്കാമെന്ന് അങ്ങനെയുണ്ട്. അപ്പൊ നമുക്ക് ഓൺലൈനായത് കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ അവർ കുറച്ച് എണ്ണം കുറച്ചൊന്നുള്ളൂ. പക്ഷെ അങ്ങനെയായിട്ടാണ് കിട്ടിയത്. എന്നിട്ട് അവർ കോളേജിൽ വന്ന് ഇന്റർവ്യൂ പ്രൊസീജിയർ ഒക്കെ ഓൺലൈനായിരുന്നു, ഇൻക്ലൂഡിംഗ് ഇന്റർവ്യൂ. അല്ല, പക്ഷേ പാസ് ഔട്ട് 2019 എന്ന് പറഞ്ഞാൽ 2021 പാസ് ഔട്ട് ആയിട്ടുണ്ടാവും. പാസ് ഔട്ട് ആയി. അപ്പം പക്ഷേ കോവിഡ് ഒക്കെ ഇത്ര റിലാക്സ്ഡ് ചെയ്തല്ലേ?
ഇല്ല, ഞാൻ ഓൺ ബോർഡ് ചെയ്തത്, ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തത് ഓൺലൈൻ, ഓൺ ബോർഡ് TCSൽ ഓൺ ബോർഡ് ചെയ്തത് ഓൺലൈൻ. ഓൺലൈനായിട്ട്? ഞാൻ TCSൽ ഓഫീസിൽ വർക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് നിസ്സാര നാളായിട്ടുള്ളൂ. 2 years ആയിട്ട് എനിക്ക് 2 years തികച്ചോ സംശയമാണ്. അത്ര നാളായിട്ടുള്ളൂ നമ്മൾ TCSൽ ഇൻ ഓഫീസിൽ പോകാൻ തുടങ്ങിയിട്ട് തന്നെ. TCS ജോബ് കിട്ടാന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒരു ഗവൺമെന്റ് ജോബ് കിട്ടിയ പോലെ തോന്നാറ്. കാരണം അവിടുത്തെ ഇത്തിരി റിലാക്സ്ഡ് ആണെന്നൊക്കെയാ പൊതുവെ കേൾക്കുന്നത്. റിലാക്സ് ഐ ഡൗട്ട്, ബിക്കോസ് എല്ലാ ജോലിക്കും അതിൻ്റെതായ ഒരു ഡിഫിക്കൽട്ടി ഉണ്ടല്ലോ. സോ അതുകൊണ്ട് എനിക്ക് അങ്ങനെ റിലാക്സേഷൻ ഉണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ദാറ്റ്സ് നോട്ട് ആക്യുറേറ്റ്. അങ്ങനെ ഒരു ഇൻഫർമേഷൻ അല്ല അത്. എല്ലാ ജോലിക്കും ഇപ്പം ചില ജോലികൾക്ക് മേ ബി ദേ മൈറ്റ് ഫൈൻഡ് ബിറ്റ് റിലാക്സ്ഡ്. എനിക്ക് തോന്നുന്നു ഒരു റീസൺ മേ ബി പീപ്പിൾ അത് പറയാൻ കാരണം, അതായത് പെട്ടെന്നൊന്നും പിരിച്ചുവിടില്ല. അതായത് വിത്തൗട്ട് എനി സോളിഡ് റീസൺ അങ്ങനെ കമ്പനി അങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല. ലേ ഓഫ് ഒക്കെ ഇപ്പൊ വെരി സ്ട്രോങ് ആയിട്ട് എടുക്കില്ല. അങ്ങനെ നോക്കുമ്പോൾ TCS എ വെരി ഗുഡ് കമ്പനി ടു ബി പാർട്ട് ഓഫ്. ഒരിക്കലും അങ്ങനെ പെട്ടെന്ന് എനിക്ക് തോന്നുന്നു ജോബ് സെക്യൂരിറ്റി തന്നെയാണ് എല്ലാവരും ഗവൺമെന്റ് ജോബ് പറയാൻ കാരണം. പിന്നെ ഇപ്പൊ നോർമലി ഒരു ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റാർട്ടപ്പിൽ വർക്ക് ചെയ്യുമ്പോൾ ഒരു ഹെക്ടിക്നെസ് ഉണ്ടല്ലോ, എല്ലാ ദിവസം പുതിയ കാര്യങ്ങൾ, അടുത്ത ദിവസം പുതിയ കാര്യങ്ങൾ, അത് ചിലപ്പം ഉണ്ടാവില്ല എന്നാണ് ഞാൻ കേട്ടത്. ഈ TCSനകത്ത് സ്റ്റാർട്ട് ചെയ്തത് കറക്റ്റ് 2021. അത് കഴിഞ്ഞിട്ട് TCSൽ എങ്ങനെയാണ് ഇന്റർവ്യൂ പ്രോസസ് ഉണ്ടായിരുന്നതെന്ന് വാക്ക് ത്രൂ ചെയ്യാൻ പറ്റും? ഇറ്റ് വാസ് ക്വൈറ്റ് ലെങ്തി. അതായത് നമുക്ക് ഇപ്പം ഞാൻ പറഞ്ഞു ഓൺലൈൻ ആയതുകൊണ്ട്, മറ്റേത് ഇൻ പേഴ്സൺ വരുന്ന സാധനം ഓൺലൈൻ ആയി കഴിഞ്ഞപ്പോൾ ഡബിൾ ടൈറ്റ് ആയിരുന്നു. നമുക്ക് റിട്ടേൺ എക്സാംസ് ഉണ്ടായിരുന്നു. ഫസ്റ്റ് തന്നെ ഇപ്പോൾ ഏത് എക്സാം നമ്മൾ ഏത് TCSലും കുറേ പ്രൊഫൈൽസ് ഉണ്ട്. നമുക്ക് എഞ്ചിനീയറിംഗ് മാത്രമല്ല, കുറേ ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് പ്രൊഫൈൽ ഉണ്ട്. ഏത് വേണമെങ്കിലും NQT എഴുതണം. അപ്പോൾ NQT എന്ന് പറയുന്ന എക്സാം പൊതുവെ എല്ലാവരും എഴുതുന്ന സാധനമാണ്. അത് എഴുതി കഴിഞ്ഞിട്ട് ഇൻ്റർവ്യൂ ഒക്കെയാണ് ഉള്ളത്. ഈ NQT എഴുതണം. NQT കഴിഞ്ഞ് നമുക്ക് കുറേ ടെസ്റ്റ് ക്ലിയർ ചെയ്തു. അത് കഴിഞ്ഞിട്ട് അതായത് ഓരോ റൗണ്ടിൽ ആൾക്കാരെ എലിമിനേറ്റ് ചെയ്യാനാണ് ഓരോ ടെസ്റ്റും ഇൻ്റർവ്യൂ. അപ്പോൾ ഇങ്ങനെ ഓരോ ടെസ്റ്റ് കഴിഞ്ഞ് നമ്മൾ അത് പാസ് ഔട്ട് ചെയ്ത് കഴിയുമ്പോൾ അടുത്ത സെറ്റ് ഓഫ് ക്വസ്റ്റ്യൻസ് വരും. അങ്ങനെ ഒരു തിങ്ക് 4-5 എക്സാംസ് ഒക്കെ ഉണ്ടായിരുന്നു. ഇന്റർവ്യൂ ഒരു ഇന്റർവ്യൂ ഉണ്ടായുള്ളൂ. 4-5 പരീക്ഷ എക്സാംസ് ഡയറക്ട്ലി ഇന്റർവ്യൂ, അതായത് ഡയറക്റ്റ് TCS പാനലായിട്ട് ഒരു ഇന്റർവ്യൂ ഉണ്ടായുള്ളൂ. പക്ഷെ വിത്തിൻ ഇന്റേണൽ നമുക്ക് ഇതുണ്ടാവും, ഇടയ്ക്കിടയ്ക്ക് ഡിസ്കഷൻ ഒക്കെ വിളിക്കും. അങ്ങനെ ഒരു പരിപാടി ഉണ്ട്. കൈൻഡ് ഓഫ് GD, പക്ഷെ അത് വലിയ ഇമ്പോർട്ടൻസ് ഇല്ല. പക്ഷെ കാരണം കോവിഡ് ആയിരുന്നല്ലോ, അതുകൊണ്ട് വലിയ സീൻ ഉണ്ടായില്ല. ഇവര് കൂടുതൽ അതായത് ഡൊമെയിൻ സ്പെസിഫിക് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ഉണ്ടായിരുന്നു ഈ ടെസ്റ്റുകളിൽ. NQTനെ പറ്റി എനിക്കറിയാം, നമ്മളതിന്റെ കോച്ചിങ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അതിനുശേഷമുള്ള ടെസ്റ്റുകൾ ഡൊമെയിൻ സ്പെസിഫിക് ആയിരുന്നു, AI റിലേറ്റഡ്, ഡാറ്റ സയൻസ് റിലേറ്റഡ്. when it comes to towards the end ആയി കഴിഞ്ഞപ്പോൾ പ്യൂർലി ബിഗ് ഡേറ്റ തന്നെയാണ്, ഡേറ്റ സയൻസ് തന്നെയാണ്. ഇത് പറഞ്ഞാൽ ഇതൊക്കെ അറിയില്ല ബിഗ് ഡേറ്റ. ഞാൻ പറഞ്ഞല്ലോ, ഐ നോ ഡെഫിനേഷൻസ് എനിക്കറിയാം. യു ആർ ബുക്ക് സ്മാർട്ട്. നോട്ട് കൈൻഡ് ഓഫ്, ഐ ക്യാൻ സേ ദാറ്റ്. എനിക്കിപ്പോൾ ഒരാളുടെ പേര് 2 മിനിറ്റ് പരിചയപ്പെട്ട ഒരാളുടെ കുറച്ച് കഴിയുമ്പോൾ പേര് ഓർമ്മയുണ്ടാവും. സോ അങ്ങനെ എനിക്ക് കാണാപ്പാടം പഠിക്കുന്ന ഒരു സിസ്റ്റം പറ്റില്ല. ഞാൻ പറഞ്ഞു വന്നത് പ്രൊജക്റ്റ് ഒന്നും ചെയ്തിട്ടുണ്ടായില്ല. വെൻ ഇറ്റ് കംസ് ടു റെസ്യൂമേ നമുക്ക് വേണ്ടത് ഇപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ സർട്ടിഫിക്കേഷനേക്കാളും കൂടുതൽ ഇമ്പോർട്ടൻ്റ് ആയിട്ട് എല്ലാവരും നോക്കുന്ന ഒരു സെക്ഷൻ ഇസ് പ്രൊജക്ട്. എത്ര പ്രൊജക്ട് ചെയ്തു? ഞാൻ റെസ്യൂമേ ഉണ്ടാക്കിയ നേരത്ത് ഇവൺ ഐ ഹാഡ് റിയലി സ്ട്രഗിൾഡ് ടു ഗെറ്റ് മൈ ഇന്റേൺഷിപ്പ്. കോവിഡിൻ്റെ സമയത്തായിരുന്നു. ഒരാൾ ഇന്റേൺഷിപ്പ് തന്നെയായിരുന്നു. ഞാനും എൻ്റെ ക്ലാസ്മേറ്റ്സ് എല്ലാവരും ഒരേപോലെ സ്ട്രഗിൾ ചെയ്തൊരു സമയമാണ്. അപ്പോഴാണ് ഞങ്ങളൊക്കെ മനസ്സിലാക്കിയത് പഠിച്ചില്ലെങ്കിൽ ജോലി കിട്ടില്ല. കാരണം നമ്മൾ കുറച്ച് വർക്ക് കൊടുക്കണം. പഠിക്കാന്ന് വെച്ചപ്പോൾ ഇപ്പോൾ ഞാൻ പറയുന്നത് കാണാപ്പാടം പഠിക്കലല്ല, രാധ പ്രൊജക്റ്റുകൾ ഉണ്ടാക്കണം. ഇപ്പോൾ പ്രൊജക്റ്റ് ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഡിഫറെൻറ്റ് ഫീൽഡുകളുണ്ട് ഡേറ്റാ സയൻസിൽ തന്നെ. ആ ഫീൽഡിൽ അപ്പോൾ MLൻ്റെ ഒരു ഇതുണ്ട്, ഡീപ്പ് ലേണിംഗ് ഉണ്ട്, കുറേ പേര് കേട്ടിട്ടുണ്ടാവും. പിന്നെ NLP, നാച്ചുറൽ ലാംഗ്വേജ്, ഈ ChatGPTയുടെ സിസ്റ്റമില്ലേ അതേപോലെ. പിന്നെ കമ്പ്യൂട്ടർ വിഷൻ, അതായത് ഇമേജുകൾ വെച്ചിട്ട് ഇപ്പോൾ കണ്ടല്ലോ ഇങ്ങനെ ജസ്റ്റ് ഒരു കാർഡ്ബോർഡ് വന്ന് ഒരു കാർഡ്ബോർഡ് ബോക്സ് വെക്കുന്നത് വയ്ക്കുക, അത് റൂമിൻ്റെ ഏത് ഭാഗത്ത് വയ്ക്കുന്നത് ഫോണിൽ സ്കാൻ ചെയ്തിട്ട് ആമസോണിൽ ചെയ്യാനുള്ള അതേ സിസ്റ്റം. അത് കമ്പ്യൂട്ടർ വിഷൻ്റെ ഒരു ടെക്നോളജിയാണ്. പിന്നെ അതിൻ്റെ അങ്ങനെ പറഞ്ഞ് കുറേ ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ഡേറ്റാ സയൻസിൽ തന്നെ കുറേ ടൈപ്പ് ഓഫ് ഫീൽഡ് ഉണ്ട്. എല്ലാത്തിനും അതിൻ്റെതായ പ്രൊജക്റ്റുകൾ വേണം നമ്മുടെ റെസ്യൂമിൽ. ഇപ്പം എനിക്ക് ഇൻട്രസ്റ്റ്, ഞാനെല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. കാരണം ഇന്റേൺഷിപ്പ് കിട്ടണമെങ്കിൽ ഇതൊക്കെ വേണം. അതും നമുക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് കോഡ് മാത്രം പോരാ, ഡിപ്ലോയ്മെന്റ് വരെ ചെയ്യണം. ഇത് ഞാൻ മാത്രമല്ല, എൻ്റെ ക്ലാസ്സിൽ എല്ലാവരും ചെയ്തിട്ടുണ്ട്. കാരണം നമുക്ക് പേപ്പേഴ്സ് ഉണ്ടല്ലോ, അപ്പോൾ പേപ്പറിൻ്റെ പാർട്ടായിട്ട് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യും, അതും ആഡ് ചെയ്യും. അല്ലാതെ നമ്മൾ സ്വന്തമായിട്ട് ചെയ്തിട്ടുണ്ട്. ആ സമയത്താണ് നമ്മൾ റിയലൈസ് ചെയ്യണത് ചില കമ്പനികളൊക്കെ കിട്ടണമെങ്കിൽ റിസർച്ച് പേപ്പർ വേണമെന്ന്. അങ്ങനെ റിസർച്ച് പേപ്പർ ഞങ്ങൾ ഒരു ഗൈഡ് വെച്ച് ചെയ്തിരുന്നു. അപ്പോൾ കാരണം നിസ്സാര കോളേജ് അല്ലല്ലോ, പക്ഷേ ഈ രാജസ്ഥാൻ
കോളേജ്? അപ്പം ഇത്ര മാത്രം നിങ്ങൾ പ്രിപ്പയർഡ് ആയിട്ട് വിട്ടിട്ടുണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കോളേജിനേക്കാളും കൂടുതൽ Peer group ആയിരുന്നോ? പിയർ ഗ്രൂപ്പ് ആയിരുന്നു തോന്നുന്നു ഇൻഫ്ലുവൻസ്. കാരണം നമുക്കൊക്കെ എല്ലാവർക്കും അത് ജോലി കിട്ടില്ല എന്നുള്ളൊരു തോട്ട് വന്നു ഇന്റേൺഷിപ്പ് സെർച്ച് ചെയ്ത. ഐ മസ്റ്റ് സേ ഞാൻ തന്നെ 2 months കണ്ടിന്യൂസ്ലി സെർച്ച് ചെയ്തിട്ടാണ് എനിക്ക് ഇന്റേൺഷിപ്പ് കിട്ടിയത്. സെർച്ചിങ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ലിങ്ക്ഡിനിൽ ഞാൻ ഇങ്ങനെ ചാറ്റ് റിക്വസ്റ്റുകൾ, അങ്ങനെ കണക്ഷൻ റിക്വസ്റ്റുകൾ അയച്ചു കഴിഞ്ഞിട്ട് അവസാനം ഒരു മെസ്സേജ് വരും, യുവർ ലിമിറ്റ് എക്സീഡ് ആയി ഇനി അടുത്ത ആഴ്ച. അങ്ങനത്തെ സിറ്റുവേഷനിൽ വരെ എത്തിയിട്ടുണ്ട്. അപ്പൊ നമ്മള് വെരി ഗുഡ്, നമുക്ക് ഡസന്റ് മാറ്റർ. അതായത് കാരണം എന്താ, നമുക്ക് കിട്ടിയാലൊരു ജോലി അത് തന്നെ. അപ്പൊ ഞാൻ ഇന്റേൺഷിപ്പ് ചെയ്തപ്പോ ശരിക്കും വേറെ കമ്പനിയിലാണ് ചെയ്തത്. TCS ഓഫർ ചെയ്തപ്പോ എനിക്ക് തോന്നുന്നു ഇറ്റ് വാസ് ഫെബ്രുവരി ആയി. നമ്മുടെ ലാസ്റ്റ് ഇന്റർവ്യൂ കഴിഞ്ഞത് ഒക്ടോബർ ആ ഒരു സമയമായി. അപ്പൊ ക്വൈറ്റ് ലോങ് ഡ്യൂറേഷൻ ആയല്ലോ. അപ്പോഴെനിക്ക് തോന്നി TCS നമുക്ക് ആർക്കും പ്രതീക്ഷ പോലും ഇല്ല കിട്ടുമില്ലെന്ന്. കാരണം നിസ്സാര ആൾക്കാരെ എടുക്കുള്ളൂ. സ്റ്റിൽ വി ഹാവ് ടു ലുക്ക് ഇൻ ടു. കാരണം നമുക്ക് ജാനുവരി മുതൽ ലാസ്റ്റ് സെമിസ്റ്റർ ഇന്റേൺഷിപ്പ് ആണ് ചെയ്യേണ്ടത്. അപ്പൊ അങ്ങനെയൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ എല്ലാവരും അധ്വാനിക്കുക തന്നെ. അപ്പോൾ പ്രൊജക്റ്റുകളൊക്കെ വിത്തിൻ ഷോർട്ട് ടൈം ഒക്കെ ഉണ്ടാക്കി തുടങ്ങി. ഇത് പക്ഷെ വളരെ ഡീറ്റെയിൽ ആയിട്ട് ഇന്നും പലരും ഗോ ത്രൂ ചെയ്യുന്ന ഒരു പ്രോസസ്സിനെ പറ്റിയാണ് പറയണേ. ഈ ഒരു ടെൻഷനും ആ ഒരു ആങ്സൈറ്റിയും ശരിക്കും ഞാൻ അനുഭവിച്ച സാധനമാണ്. ഇവൺ എൻ്റെ വീട്ടിൽ ചോദിച്ചു കഴിഞ്ഞാൽ എൻ്റെ അപ്പനമ്മയ്ക്കും ഇന്ന് എനിക്ക് പ്രൗഡായിട്ട് പറയാം, എൻ്റെ അപ്പനമ്മയ്ക്ക് എക്സാക്ട്ലി ഞാൻ എന്താ ചെയ്യണമെന്ന് അറിയാം. അവർക്ക് IT ഫീൽഡിനെ കുറിച്ച് കൃത്യമായിട്ട് അറിയില്ല. ടുഡേ ഐ ക്യാൻ ഹിയർ ദം സേയിങ് ലൈക്ക് വാട്ട് എക്സാക്ട്ലി ഐ എം ഡൂയിങ്. ഇങ്ങനെ കുട്ടികളോടൊക്കെ പറഞ്ഞേക്കാം, സയൻസ് പഠിച്ചോളും, സ്കോപ്പ് ഉള്ളതാണ്, എവിടെ പഠിച്ചാലും എക്സാമ്പിൾ ആയിട്ട് പറഞ്ഞു. സോ ഐ ഫീൽ ഹാപ്പി അബൌട്ട് ദാറ്റ്. കാരണം നമ്മൾ അധ്വാനിച്ച് ലൈക്ക് നമ്മൾ മാത്രമല്ല കേട്ടോ, എല്ലാവരുടെയും ഈക്വൽ അധ്വാനമായിരുന്നു. എൻ്റെ സിസ്റ്ററൊക്കെ ഇരുന്നിട്ടാണ് ഞങ്ങൾ റെസ്യൂമെ സെൻഡ് ചെയ്യാറ്. റെസ്യൂമെ ഉണ്ടാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ റെസ്യൂമേൽ തന്നെ ഞാൻ ഈ പറഞ്ഞ എല്ലാ ഡിഫറെൻറ്റ് വെറൈറ്റി പ്രോജക്റ്റ് വെച്ചിരുന്നു. കാരണം എനിക്കൊരു സ്പെസിഫിക് കൈൻഡ് ഓഫ് ഡൊമൈനിൽ പോകണമെന്നുണ്ടായിരുന്നില്ല. ബട്ട് വേറെ ഇപ്പം നമുക്ക് തോന്നാണ് കമ്പ്യൂട്ടർ വിഷനാണ് താല്പര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മാത്രം പ്രൊജക്റ്റ് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് കിട്ടും. ഞാനും ഈ ഇതൊരു ഇൻ്റർവ്യൂ എടുക്കുന്ന സമയത്ത് ഞാൻ എപ്പോഴും വിചാരിച്ച ഞാൻ ഇൻ്റർവ്യൂവിൽ 2 പ്രാവശ്യം പറഞ്ഞ കാര്യം എന്ന് വെച്ചാൽ ഈ അഗീത ഈ ഫീൽഡിൽ വന്നിങ്ങനെ സക്സസ്ഫുൾ ആയിട്ട് ഇരിക്കുന്ന സമയത്ത് അതെന്തായാലും മറ്റ് ഗേൾസിന് ഒരു മോട്ടിവേഷൻ ആയിരിക്കും. അഗീത പറയുന്ന ജേർണി എന്ന് പറഞ്ഞാൽ മെജോറിറ്റി ഗേൾസിന് ജേർണിയാണ്. കാരണം ആദ്യം ഇതിനെപ്പറ്റി വലിയ ആഗ്രഹങ്ങളും താല്പര്യങ്ങളൊന്നും ഇല്ല, എങ്ങനെയൊക്കെയോ വന്നെത്തുന്നു. പക്ഷെ ഐ തിങ്ക് ഇഫ് എ ലോട്ട് ഓഫ് ഗേൾസ് ഗിവ് ഇറ്റ് എ ഷോട്ട്, ലൈക്ക് ഒരു ചാൻസ് കൊടുത്താൽ അവർക്കും അഗീത പോലെ തന്നെ കയറി നല്ല രീതിയിൽ വരാൻ പറ്റും. നേരത്തെ എന്നോട് ചോദിച്ചല്ലേ കോഡിങ് പഠിക്കാൻ, അതിപ്പോ പറയുകയാണെങ്കിൽ ഞാൻ കുഞ്ഞു കുട്ടികളെ പഠിപ്പിക്കുന്നുണ്ട്. ലൈക്ക് 6th standard 5th standard കോഡിങ് പഠിപ്പിക്കുന്നുണ്ട്. നോട്ട് റിയലി, പക്ഷെ ട്യൂഷൻ പോലെയാണ് പഠിപ്പിക്കുന്നത്. ഇൻട്രസ്റ്റ് ഉള്ള കുട്ടികൾ, അല്ലാതെ ഒട്ടും ഇൻട്രസ്റ്റ് ഇല്ലാത്തതാണ് നമുക്ക് പഠിപ്പിക്കാൻ പറ്റില്ല. ഈവൻ കുഞ്ഞു കുട്ടികളായാലും വലിയ കുട്ടികളായാലും. അപ്പൊ അവര് പോലും വിത്തിൻ 1 month ഒക്കെ അത്യാവശ്യം നല്ല മീഡിയം ഹൈ മീഡിയത്തിലൊക്കെ നല്ലോണം പെർഫോം ചെയ്യാറുണ്ട്. വിത്തിൻ 1 month 2 months ഒക്കെ കഴിഞ്ഞ് കഴിയുമ്പോൾ അവരെ കോമ്പറ്റേറ്റീവ് എക്സാം, ഇന്റർനാഷണൽ കോമ്പറ്റേറ്റീവ് എക്സാമിനൊക്കെ കുട്ടികൾ എഴുതാറുണ്ട്. സോ കോഡിംഗ് ഈസ് നോട്ട് സംതിങ് ലൈക്ക് എന്താ ഒരു മെയിൽ അങ്ങനെ ഒരു ഡിവിഷൻ ഇല്ല. എനിക്ക് തോന്നി കുറെ ഇപ്പം നമ്മളിപ്പോ പറയുമല്ലോ, ഫോർ എക്സാമ്പിൾ ഇപ്പൊ ഇവിടുത്തെ കുറെ ബോയ്സിന് മോട്ടിവേഷൻ എന്ന് പറഞ്ഞാൽ എൻ്റെ വീട്ടിലുണ്ടായിരുന്ന ചേട്ടൻ ദുബായി പോയി രക്ഷപ്പെട്ടു. അപ്പൊ ഞാൻ വലുതാകുമ്പോൾ ഞാൻ ചിന്തിക്കണം ഞാനും ദുബായി പോയി രക്ഷപ്പെടും. ഇപ്പം നമ്മൾ പറയുന്നത് UK പോയി രക്ഷപ്പെട്ടു. അപ്പം ഞാൻ UK പോയി രക്ഷപ്പെടും. ചിലർ രക്ഷപ്പെടും, ചിലർ രക്ഷപ്പെടില്ല, വേറെ കാര്യം. അപ്പം ഡെവലപ്മെന്റിന്റെ കേസിനകത്ത് ബോയ്സിന് എപ്പോഴും ആരെങ്കിലും ഒക്കെ ഉണ്ടാവും പരിചയത്തിൽ. ആ ചേട്ടൻ അവിടെ ഡെവലപ്പറായി രക്ഷപ്പെട്ടു, ചേട്ടൻ കാറ് വീട് മേടിച്ചു. അപ്പം അതാണ് നമ്മൾ പറയണത്, നമുക്ക് കണ്ട് പഠിക്കാൻ ഒരാളുണ്ടാവണം എന്ന് പറയണേ. അപ്പം ഒരു ജനറേഷൻ അത് ക്രാക്ക് ചെയ്ത് കഴിയുമ്പോൾ, അല്ലെങ്കിൽ ഒരു ജനറേഷൻ ഒരു വ്യക്തി, ഇപ്പോൾ ചാലക്കുടിയിൽ അഗീത ഇത് ക്രാക്ക് ചെയ്യുന്ന സമയത്ത് അഗീതയുടെ നെയ്ബേഴ്സ് അത് കാണുന്നുണ്ട്, റിലേറ്റീവ്സ് അത് കാണുന്നുണ്ട്, അതിലുള്ള ഗേൾസ് അത് കാണുന്നുണ്ട്. അപ്പോൾ ഇനി അവർ പറയും, അതായത് ആ ചേച്ചി ഉണ്ടായിരുന്നു, അഗീത ചേച്ചി അവിടെ പോയി രക്ഷപ്പെട്ടു, AI പഠിച്ച് രക്ഷപ്പെട്ടു, എന്നാൽ പിന്നെ നമുക്കും പറ്റും. അങ്ങനെ ഒരു ചെറിയ തോട്ട് വരും. അത് ഞാൻ പറഞ്ഞാൽ എല്ലാവർക്കും വരുന്നല്ല. ഒരു 10 ഗേൾസ് അത് കാണുകയാണെങ്കിൽ ചിലപ്പോൾ 2 പേരുടെ മൈൻഡിലുണ്ടാവും, ഒരാളത് ഫോളോ അപ്പ് ചെയ്ത് സക്സസ് ആവുമായിരിക്കും. അത് മതിയല്ലോ, അവിടുന്ന് നമുക്ക് തുടങ്ങാൻ പറ്റണേ. അപ്പം ഇനി നമ്മളുടെ ശരിക്കും പറഞ്ഞാൽ അഗീതേനെ വിളിച്ചു വരുത്തിയത് നമുക്ക് TCSനെ പറ്റി, ഹയറിംഗ് പ്രോസസ്സിനെ പറ്റി നമുക്കിപ്പോൾ ഒരു ഐഡിയ കിട്ടി. ഇത് കഴിഞ്ഞിട്ട് ഞാൻ അഗീതയുടെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ TCSൽ കോളീഗ്സ് ഇല്ലേ, ആ കോളീഗ്സിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ട് ജനറലി ഒന്ന് പറഞ്ഞുതരാൻ പറ്റുമോ? എന്തൊക്കെ തരം ആൾക്കാർക്ക് ഇവിടെ വന്ന് എത്താൻ പറ്റും എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്. ബിക്കോസ് യുവർ ബാക്ക്ഗ്രൗണ്ട് ഇസ് കൈൻഡ് ഓഫ് റെയർ. അതായത് രാജസ്ഥാനിൽ പോയിട്ട് MSc ഡാറ്റ സയൻസ് അതൊക്കെ പഠിച്ചിട്ട് വന്നു എന്ന് പറയുമ്പോൾ ഇത്തിരി എല്ലാവർക്കും അങ്ങനെ ചിലപ്പോൾ ആ റൂട്ടിൽ പോകണമെന്നില്ല. ഇപ്പോൾ ഈ ഇൻ്റർവ്യൂ കാണുന്ന പലരും ഉണ്ടാവും. ചിലപ്പോൾ ചില കുട്ടികൾ +1 +2 കുട്ടികളുണ്ടാവും, ചിലപ്പോൾ ഡിഗ്രി കാണുന്ന കുട്ടികളുണ്ടാവും, ചിലപ്പോൾ ഡിഗ്രിയും PGയും കഴിഞ്ഞിരിക്കുന്ന കുട്ടികളുണ്ടാവും. അപ്പോൾ അവർക്ക് എന്തെങ്കിലും ഒരു സാധ്യത ഉണ്ടോ എന്ന് അറിയാൻ വേണ്ടിയിട്ടാണ്.
സി ഡേറ്റ സയൻസിനെ സംബന്ധിച്ച് നമുക്കൊരു നോട്ട് ഫോർ യുവർ കമ്പനി സ്പെസിഫിക്കലി, പക്ഷെ ഒരു സർട്ടിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ ആരും ഒരു റിക്രൂട്ടേഴ്സും സർട്ടിഫിക്കേഷൻ നോക്കില്ല. ഓൾ വാട്ട് ദേ ലുക്ക് ഇസ് നിങ്ങളുടെ റെസ്യൂമേല് പ്രൊജക്ടിന്റെ സെക്ഷൻ. പ്രൊജക്റ്റിൽ നമുക്ക് പ്രോപ്പറായിട്ട് പ്രൊജക്ട് ചെയ്ത ലിങ്കുകൾ വേണം, ഗിറ്റബിൽ അക്കൗണ്ട് വേണം. ഞങ്ങൾ ഈവൻ പഠിച്ചുകൊണ്ട സമയത്ത് എല്ലാവരും വെറുതെ ആ ഡോക്യുമെന്റേഷൻ എങ്ങനെയാണ് ചെയ്യണമെന്ന് പഠിക്കാൻ വേണ്ടി മീഡിയം എന്ന് പറഞ്ഞ ഒരു വെബ്സൈറ്റ് ഉണ്ട്. ഫ്രീ ആയിട്ട് നമുക്ക് ആർട്ടിക്കിൾസ് എഴുതി പറ്റുന്നൊരു വെബ്സൈറ്റാണ്. അതിൽ മീഡിയത്തിൽ ആർട്ടിക്കിൾസ് എഴുതി പോസ്റ്റ് ചെയ്യായിരുന്നു. അപ്പോൾ നമ്മൾ ചെയ്ത പ്രൊജക്റ്റ് കോഡായിട്ട് ഒരു സ്ഥലത്തുണ്ട്, ഡോക്യുമെന്റേഷനായിട്ട് വേറെ സ്ഥലത്ത്. അപ്പോൾ നോക്കുന്ന ഒരാൾ നോക്കുമ്പോൾ എന്താ ഓൾറെഡി കോഡ് എഴുതാനും അറിയാം, ഡോക്യുമെന്റേഷനും അറിയാം. ഓക്കെ, ദാറ്റ്സ് ഗുഡ്. അങ്ങനെയാണ് ആ റെസ്യൂമേനെ നമ്മൾ വാലിഡേറ്റ് ചെയ്യുക. ഇനി ഈ പ്രൊജക്റ്റ് ചെയ്ത് കഴിയുമ്പോൾ പ്രൊജക്റ്റിന് ടുവേർഡ്സ് എൻ്റെ ഡിപ്ലോയ്മെന്റ് ഫേസ് ഉണ്ട്. ML ഒക്കെ പറയുമ്പോൾ പ്രൊഡക്ഷൻ ലൈഫ് സൈക്കിൾ വരെ നമ്മൾ എത്തിക്കണം എന്നാണ് പറയുക. അപ്പോൾ കോഡ് തുടക്കത്തിൽ അനാലിസിസ് മുതൽ ആ ഡിപ്ലോയ്മെന്റ് ഫേസ് വരെ ചെയ്യുന്ന ആൾക്കാണ് മോർ എന്താ പറയുക പ്രയോറിറ്റി വരിക. അപ്പോൾ പൊതുവേ നമ്മൾ പറയും മിനിമം ഒരു പ്രോജക്റ്റ് എങ്കിലും ഉണ്ടാവണം ഡിപ്ലോയ്മെന്റ് ഫേസ് വരെ എത്തിയത്, ഡോക്യുമെന്റേഷൻ ഉണ്ടാവണം, ലിങ്ക്സ് ഉണ്ടാവണം. വെറുതെ എവിടെ നിന്ന് വേണമെങ്കിലും എനിക്ക് സെർച്ച് ചെയ്ത് എന്ത് വേണമെങ്കിലും തട്ടിക്കൂട്ടാലോ. അപ്പോൾ ചിലർക്കെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്ച്വലി വർക്ക് ചെയ്യാൻ പറ്റുന്നവരായിരിക്കും, അതായത് എന്താ പറയുക ശരിക്കും വർക്ക് നല്ലോണം അറിയണമായിരിക്കും, ഇങ്ങനെ ഇതൊക്കെ ചെയ്തെന്ന് അറിയണ്ട. പക്ഷെ ഇൻ്റർവ്യൂവിനായിരിക്കും ബുദ്ധിമുട്ട്. അത് റെസ്യൂമേ ഒക്കെ ഷോർട്ട് ലിസ്റ്റ് ആവും, ഇൻ്റർവ്യൂവിന് എത്തുമ്പോൾ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അതിന് എൻ്റെ ഒരു ഫ്രണ്ടാണ് ബെസ്റ്റ് എക്സാമ്പിൾ. 9 times അവൻ ഇൻ്റർവ്യൂ കൊടുത്തിട്ട് 10th ടൈമാണ് അവന് ഇൻ്റർവ്യൂ പാസ്സായത്. ബിക്കോസ് ഹി വാസ് നോട്ട് ഏബിൾ ടു കമ്മ്യൂണിക്കേറ്റ് വാട്ട് ഹി റിയലി നോസ്. അതിൻ്റെ അർത്ഥം അവന് അറിയില്ല എന്നല്ല. വെൻ ഇറ്റ് കംസ് ടു ഡെഫിനേഷൻ എല്ലാം കാണപ്പാടം ബൈ ഹാർട്ട് പറയുന്ന ഒരു വ്യക്തിയാണ്. പക്ഷെ അതും ലൈക്ക് ഇൻ ഫേസ് ഇൻ്റർവ്യൂസ് ഒന്നുമല്ല, ഓൺലൈനിലുള്ള ഇൻ്റർവ്യൂ. സ്റ്റിൽ ഹി വാസ് ഫൈൻഡിങ് ഇറ്റ് വെരി ഹാർഡ്. ഇൻ്റർവ്യൂ ചെയ്താണ് അത് പഠിച്ചത്. അപ്പോൾ ഒന്നും അസാധ്യമായിട്ടുള്ളതില്ല. ഇപ്പോൾ ഇൻ്റർവ്യൂ ചെയ്യാൻ കഴിവില്ല എന്നുള്ള ആളാണെങ്കിൽ ഗിവ് ആസ് മച്ച് ആസ് യു കുഡ്. കുറേ സ്ഥലത്ത് അപ്ലൈ ചെയ്യുക, ആപ്ലിക്കേഷൻ നിർത്താണ്ടിരിക്കുക, കണ്ടിന്യൂസ്ലി അപ്ലൈ ചെയ്യുക. എന്തായാലും തന്നെയായാലും ലേണിംഗ് എന്ന് പറയുന്ന ഒരു ഫേസ് ഇസ് ലൈക്ക് കൺസിസ്റ്റൻ്റ് ആയിരിക്കണം, കണ്ടിന്യൂസ് ആയിരിക്കണം. ഞാൻ എന്നോട് തന്നെ പറയുന്നത് എപ്പോഴും 0.001% എങ്കിലും എന്തെങ്കിലും പുതിയത് പഠിക്കാൻ നോക്കണം. റാദർ ഒറ്റ ദിവസം ഇരുന്നിട്ട് ഒരാഴ്ച മുന്നേ ഇരുന്നിട്ട് എന്തെങ്കിലും കുറേ സാധനം പഠിച്ചു ഒന്നും ഞാൻ ഓർത്തിരിക്കില്ല നെക്സ്റ്റ്. റൈറ്റ്. സോ ചെറുതായിട്ടായാലും കണ്ടിന്യൂസ് ലേണിംഗ് ഉണ്ടാവണം. ഈ TCS-ൽ നമ്മൾ കയറുന്ന സമയത്ത് പ്രോജക്റ്റുകൾ വേണമെന്ന് പറഞ്ഞു. ഡിഗ്രി മിനിമം റിക്വയർമെന്റ് ഇല്ലേ TCS-ൽ? ശരിക്കും ഡിഗ്രി മിനിമം റിക്വയർമെന്റ് ഉണ്ട്. അത് ടെക്നിക്കൽ ഡിഗ്രി തന്നെ ആവണമെന്നുണ്ടോ? ഇല്ല, എല്ലാത്തിനും വേറെ വേറെ ഫീൽഡാണ്. ലൈക്ക് ടെക്നിക്കൽ ഉള്ള ആൾക്കാർക്ക് വേറെയാണ്, ഡിഫറെന്റ് ഹയറിംഗ് പ്രോസസ് ആണ്. ആർട്സ് ഉള്ളവർക്ക് BCom ഉള്ളവർക്കൊക്കെ ഡിഫറെന്റ് ഹയറിംഗ് പ്രോസസ് ആണ്. ഓക്കെ, പക്ഷേ can they, if like an arts and BCom level ആൾക്കും can they also reach a technical role in TCS? Like you, is it possible? No. In TCS, I doubt. It's like, over time you can build your skill set. Skill set ഉണ്ടാക്കി കഴിഞ്ഞ് നമുക്ക് ഇത് ചെയ്യാം. I'm just wondering if a BA BCom person has the projects. താങ്കൾ പറഞ്ഞ അത്ര പ്രോജക്ട്സ് ചെയ്തിട്ടുണ്ട്, 5-6 പ്രോജക്റ്റ് ചെയ്തിട്ടുണ്ട്, ഡിപ്ലോയ്മെന്റ് സ്റ്റേജ് എത്തിച്ചിട്ട് അവൻ അറിയാം, എത്താനും അറിയാം. അവനെ ഒരു സാധ്യതയുണ്ടോ താങ്കളുടെ ടീമിൽ കയറാനായിട്ട്? TCS-ൽ എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ മേ ബി ഇറ്റ് ബിറ്റ് ഡിഫറെന്റ് ബിക്കോസ് ഇറ്റ്സ് എ ബിഗ് MNC. അതുകൊണ്ട് നമുക്ക് ആ റൂൾസ് അല്ല, അതിലുപരി ആ സ്കിൽ സെറ്റ് നമ്മൾ റിസോഴ്സ് വന്ന് നമ്മൾ HR or RMG വന്ന് സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ ഫസ്റ്റ് നോക്കുന്നത് അവരുടെ എഡ്യൂക്കേഷണൽ ബാക്ക്ഗ്രൗണ്ട് ആയിരിക്കും. അതുകൊണ്ട് മേ ബി ഫസ്റ്റ് കിട്ടിയെന്ന് വരില്ല, പക്ഷെ ഓവർ ടൈം യു മൈറ്റ് ഗെറ്റ്. അങ്ങനെയല്ല, ഒരിക്കലും കിട്ടില്ല എന്നല്ല. അപ്പോൾ ഇപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറി സ്വിച്ച് ചെയ്യണ ഒരുപാട് പേരുണ്ട്. പക്ഷെ ഫസ്റ്റ് സ്റ്റേജിൽ മേ ബി ഫസ്റ്റ് ഫേസ് മേ ബി അങ്ങനെ പോസിബിൾ അല്ല. പക്ഷെ ഇഫ് യു ലുക്ക് ഔട്ട് സൈഡ്, definitely a lot of opportunities, because I myself know someone who have done just a BCom. എന്നിട്ട് BCom in finance ആയിരുന്നു തോന്നുന്നു. ആ കുട്ടി ഡേറ്റ സയൻസിന്റെ റൂൾസ് ഒക്കെ പറയുന്നത് സ്റ്റാറ്റ്സ് പഠിക്കാൻ പറഞ്ഞിട്ട് ഞാൻ ഓ മൈ ഗോഡ്, എനിക്ക് പോലും അതിന്റെ ഏഴാലൊക്കത്ത് അറിയില്ല. ആൻഡ് ഹി റിയലി ക്രാക്ക്ഡ് ഇറ്റ്. ജസ്റ്റ് അത് കഴിഞ്ഞ് എനിക്ക് 6 months എന്തോ ഓൺലൈനായിട്ട് യൂട്യൂബിൽ നോക്കി പഠിച്ച കുട്ടിയാണ്. എന്നിട്ട് ഹി ജസ്റ്റ് ക്രാക്ക്ഡ് ഇറ്റ്. മൈ നെയ്ബറാണ്. നിങ്ങൾ അതും ചാലക്കുടിയാ? മീൻസ് എന്റെ പഴയ സ്കൂളിൽ പഠിച്ച കുട്ടിയാണ്. അങ്ങനെ എനിക്ക് പരിചയത്തിലുള്ള ഒരു കുട്ടിയുണ്ട്. അപ്പൊ ഈ TCS-ൽ കിട്ടാൻ ഇത്തിരി ഡിഫിക്കൽട്ട് ആയിരിക്കും, മറ്റേതാണെങ്കിൽ കുഴപ്പമില്ല. ബട്ട് ഐ തിങ്ക് BTech CS BTech അങ്ങനത്തെ ബാക്ക്ഗ്രൗണ്ട് ഒക്കെ ആണെങ്കിൽ പ്ലസ് പ്രോജക്ട് നോളജ് ആണെങ്കിൽ നമുക്ക് ഈസിലി അറ്റൈൻ ചെയ്യാം. TCS-ൽ എപ്പോഴും നോക്കുന്നത് ആ സ്കിൽ സെറ്റ് ആണ്. നമ്മളൊരു പ്രോജക്റ്റിലേക്ക് ഇടുമ്പോഴും നോട്ട് ജസ്റ്റ് ഇൻ TCS, എവ്രിവെയർ ഇറ്റ് ഇസ് ദ കേസ്. സ്കിൽ സെറ്റ് അനുസരിച്ചാണ് നമ്മൾ ഏത് കൈൻഡ് ഓഫ് പ്രോജക്റ്റ് ആണ് ലേക്കാണ് ഇടുന്നതൊക്കെ നോക്കുക. നിങ്ങളിപ്പോൾ TCS-ൽ വർക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടമായ ഒരു കാര്യം എന്താണ് TCS-ൽ ജോലി ചെയ്യുമ്പോൾ?
ഇപ്പോൾ കുറേ നാളായി, 4 years 5 years. ആണോ? അപ്പം എന്താണ് ഏറ്റവും കൂടുതൽ ഇഷ്ടം TCS വർക്ക് ചെയ്യുന്നത്? ഞാൻ TCSൽ ഒരുപാട് ഓഫീസിൽ പോയിട്ടുണ്ട്. അതിനൊരു ഗിവൺ സിറ്റുവേഷൻസ് ക്ലൈൻറ്റ് വിസിറ്റിനൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ പല പല സ്ഥലങ്ങൾ പല പല ആൾക്കാരെ കാണാൻ പറ്റിയിട്ടുണ്ട്. അങ്ങനെ നമുക്കതൊരു നല്ല ഓപ്പർച്യൂണിറ്റി ആയിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. ലൈക്ക് നമ്മൾ ഓഫ് ഷോറായിട്ടാണ് വർക്ക് ചെയ്യണം. ഓൺ ഷോറുള്ള ക്ലയൻസ് ഓഫ് ഷോർ വന്നു കഴിയുമ്പോൾ അവരെ നേരിട്ട് മീറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് ലൈക്ക് ഓൺ കോൾസ് ഒക്കെ നന്നായി പരിചയമുള്ള ആൾക്കാരായിരിക്കും, പക്ഷെ നേരിട്ട് കണ്ട് വർത്താനം പറയാന്നൊക്കെ പറയുന്നത് ഒരു ഓപ്പർച്യൂണിറ്റി ആയിട്ട് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ബിക്കോസ് ദേ നോ ഓക്കെ ദിസ് പേഴ്സൺ ഇസ് സോ ആൻഡ് സോ, അങ്ങനെയുള്ള ഓപ്പർച്യൂണിറ്റി കിട്ടിയിട്ടുണ്ട്. വേറെ എന്താ, നല്ല മെമ്മറീസ് തന്നെയാണ്. കാരണം കൊളീഗ്സ് ഒക്കെ വെരി സപ്പോർട്ടീവാണ്. ഞാൻ ശരിക്കും TCS ഞാൻ പറഞ്ഞില്ല, എനിക്ക് ബിഗ് ഡേറ്റ എന്ന് പറയുന്ന കോൺസെപ്റ്റ് അറിയില്ലായിരുന്നു. വർക്ക് ആസ് എ ബിഗ് ഡേറ്റ എഞ്ചിനീയർ, ഇപ്പോൾ സീനിയറായി. അപ്പോൾ എനിക്കൊന്നും അറിയാണ്ട് ഞാൻ എത്തിപ്പെട്ട ഒരു സാധനം. എനിക്ക് SQL എന്ന് പറഞ്ഞാൽ വെരി ബേസിക് SQL അറിയണ്ടായുള്ളൂ. സാധാരണ എല്ലാവരും കമ്പ്യൂട്ടർ സയൻസിൽ പഠിക്കുന്ന സാധനമാണ് എനിക്കറിയില്ല. പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞിട്ട് പ്രൊജക്റ്റിന് വേണ്ടി ഐ സ്റ്റാർട്ടഡ് ലേണിംഗ്. ഈവൻ TCS ചെന്നാലും നമ്മൾ ഇടയ്ക്കിടയ്ക്ക് പഠിച്ചുകൊണ്ടിരിക്കണം കേട്ടോ, അങ്ങനെ പഠിക്കാണ്ടിരിക്കാൻ പറ്റില്ല. അപ്പോൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന നേരത്താണ് ഞാൻ SQL അഡ്വാൻസ്ഡ് ആയിട്ട് പഠിച്ച് അങ്ങനെ കയറി പറ്റിയത്. ലൈക്ക് ഞാൻ ചെന്ന് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു ബിഗ് ഡേറ്റ എഞ്ചിനീയറിംഗ് ആയതുകൊണ്ട് തന്നെ നമുക്ക് കോഡിങ്ങിന് അത്യാവശ്യം നല്ലോണം കോഡിങ് ആണ്. വേറെ എനിക്ക് അത്ര കോഡിങ് അറിയില്ല. ഏതെങ്കിലും സ്ക്രിപ്റ്റിംഗ് ലാംഗ്വേജും മതി എന്നാണ് ഡേറ്റ സയൻസിൽ. ഇപ്പൊ നമുക്ക് R അറിഞ്ഞാലോ, ആറോ അല്ലെങ്കിൽ എന്താണ് മാത്ത് ലാബ് ഒക്കെ അറിഞ്ഞു കഴിഞ്ഞാൽ കുറച്ചും റിസർച്ച് ഓറിയന്റഡ് ആണ് പോകണമെങ്കിൽ അതാണ് ബെറ്റർ. അല്ലാന്നാണെങ്കിൽ കൂടുതലും കമ്പനികൾ പൈത്തൺ ആണ്. ചിലയിടത്ത് ഇങ്ങനെ സ്കാല പുതിയതായിട്ട് വരുന്നൊരു കോഴ്സാണ്. ബേസിക്കലി സ്ക്രിപ്റ്റഡ് ലാംഗ്വേജ് അറിയണം, എല്ലാത്തിൻ്റെയും റൂൾസ് പ്രിറ്റി സെയിം ആണ്. ഞാൻ ഒരു ഡൗട്ട്, ഇപ്പം I know that you cannot talk about specific projects, but can you tell me something on an application level, like you did something and you felt that okay എൻ്റെ കോഡിന് റിയൽ വേൾഡ് ഇമ്പാക്റ്റ് ഉണ്ട്, റിയൽ വേൾഡ് ഇങ്ങനെ സോൾവ് ചെയ്തു, ഇങ്ങനെ ഒരു ഇഷ്യൂ സോൾവ് ചെയ്തു, അങ്ങനെ ഒരു 1-2 എക്സാമ്പിൾ നമ്മുടെ അടുത്ത് ഷെയർ ചെയ്യാമോ? അലോട്ട് ഞങ്ങൾ വർക്ക് ചെയ്യുന്ന എല്ലാ പ്രൊജക്റ്റും അങ്ങനെ ഒരു ഇതാണ്. ഞാൻ ഇപ്പോൾ പറഞ്ഞു വരും ബാക്ക് ടു ദാറ്റ് എക്സ്പീരിയൻസിലേക്ക് അത് റിലേറ്റ് ചെയ്ത് പറയുകയാണെങ്കിൽ, ഞാൻ ചെന്നപ്പോൾ ജോയിൻ ചെയ്തപ്പോൾ എനിക്ക് കിട്ടിയ പ്രോജക്റ്റ് അത് ഫ്രഷ്ലി ന്യൂ ആണ്. ഒന്നും അറിയില്ല, ബിഗ് ഡേറ്റ അറിയില്ല, SQL അറിയില്ല, പൈത്തൺ എനിക്ക് നന്നായി അറിയുന്നു, കാരണം ഞാൻ പ്രോജക്റ്റിന് വേണ്ടി പഠിച്ചുവല്ലോ, അതുകൊണ്ട് അത് നന്നായിട്ട് അറിയായിരുന്നു. അതൊരു 3 ലെഗുള്ള ഒരു പ്രോജക്റ്റ്. ഫോർ എക്സാമ്പിൾ സിറ്റുവേഷൻ പറയുകയാണെങ്കിൽ, not exactly my project but I'll give you an idea. So ആമസോണിൽ നമ്മളൊരു പ്രൊഡക്റ്റ് വാങ്ങിക്കാൻ നിൽക്കുക. അപ്പം ഞാൻ ഓൺലൈൻ സെർച്ച് ചെയ്ത് ഞാൻ പർച്ചേസ് പ്ലേസ് ചെയ്തു. അതിന് നമ്മൾ പറയും പർച്ചേസ് ഓർഡർ എന്ന് പറയും. അത് കഴിഞ്ഞ് നമ്മുടെ വീട്ടിലേക്ക് ഒരാൾ എത്തിക്കും. ദാറ്റ് ഹാപ്പൻസ് ലൈക്ക് എ ഷിപ്മെൻറ്റ് ഓർ എ ഡെലിവറി. ആ സംഭവം എത്തിക്കഴിയുമ്പോൾ ഗുഡ്സ് റെസിപ്റ്റ് ഉണ്ടാവും, ഒരു റെസിപ്റ്റ് കിട്ടും, അത് ഗുഡ്സ് റെസിപ്റ്റ്. ഇതാണ് 3 മെയിൻ ലെഗ്സ് ഓഫ് സപ്ലൈ ചെയിൻ എന്ന് പറയും. ഇതിനകത്ത് ആ ഫസ്റ്റ് ലെഗിലാണ് ഞാൻ വർക്ക് ചെയ്തത്. എനിക്ക് അതിൻ്റെ വർക്കായിരുന്നു. ആ പ്രൊജക്റ്റ് പർച്ചേസ് ഓർഡറിൻ്റെ പീസായിരുന്നു. അത് ഞാൻ വർക്ക് ചെയ്ത് കഴിഞ്ഞിട്ട് സേ ലൈക്ക് ഫോർ അറൌണ്ട് 2.5 years എവിടെ ഞാൻ മീറ്റിങ്ങിന് പോയാലും അതിൻ്റെ തന്നെ അപ്രിസിയേഷനാണ്. കാരണം ചെറിയ ചെറിയ ചേഞ്ചുകൾ ഉണ്ടാവും. ഡെഫിനറ്റ്ലി നമ്മൾ ആ ചേഞ്ചുകൾ ഇംപ്ലിമെൻറ്റ് ചെയ്തിട്ടുണ്ടാവും. ഇഫ് യു റിയലി ലുക്കിംഗ് ടു മച്ച് വർക്ക് ഉണ്ടാവില്ല വെൻ ഇറ്റ് കം ടു റിയൽ കോഡിങ്, ബിക്കോസ് മെയിൻ പാർട്ട് നമ്മൾ ഓൾറെഡി വന്നപ്പോൾ ചെയ്തു. ബട്ട് സ്റ്റിൽ ഓവർ ഇയേഴ്സ് എനിക്ക് അതിൻ്റെ തന്നെ അപ്രിസിയേഷൻ കിട്ടില്ലായിരുന്നു. Yeah, for that project which I was part in. The whole thing in okay. So അത് because ഫസ്റ്റ് ലെഗ് മാത്രമാണ് ഞാൻ ചെയ്തത്, ബാക്കി 2 ലെഗ് വേറെ ആൾക്കാരാണ് ചെയ്തത്. ബട്ട് അതിനകത്ത് ചെറിയ ചെറിയ ചേഞ്ചുകൾ, ന്യൂ കൈൻഡ് ഓഫ് ഡേറ്റ വന്നു കഴിയുമ്പോൾ അതെങ്ങനെ സ്പെസിഫിക് ആയിട്ട് എന്തായിരുന്നു ഡിഫറൻസ് കൊണ്ടുവന്ന ആ ഒരു പർട്ടിക്കുലർ കാര്യത്തിൽ? അല്ല, അത് കംപ്ലീറ്റ്ലി ന്യൂ ഡിപ്ലോയ്മെന്റ്. കംപ്ലീറ്റ്ലി ന്യൂ ഡിപ്ലോയ്മെന്റ്. നിങ്ങൾ ഫുൾ ഫ്രം സ്ക്രാച്ച് ബിൽഡ് ചെയ്തിട്ട്? ഫ്രം സ്ക്രാച്ച് നമ്മൾ ബിൽഡ് ചെയ്തു, പക്ഷെ ഓൾറെഡി ഒരു എക്സിസ്റ്റിംഗ് ലെഗസി സിസ്റ്റം ഉണ്ടായിരുന്നു. അതിൽ നിന്ന് നമ്മൾ മൈഗ്രേറ്റ് ചെയ്ത് നമ്മുടേതായ രീതിയിലേക്ക് അതിനെ മാറ്റില്ലായിരുന്നു. അപ്പൊ ഈ PO എന്നുള്ളൊരു പ്രോജക്റ്റ് ഇംപ്ലിമെന്റ് ചെയ്തു. വേറെ ഏതെങ്കിലും എക്സാമ്പിൾസ് പറഞ്ഞുതരാമോ, ഇങ്ങനെ കമേഴ്ഷ്യൽ സ്കെയിലിൽ എന്തെങ്കിലും? ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റോറിലേക്ക് വരുമ്പോൾ, അപ്പം നമ്മുടെ റീറ്റെയിൽ ക്ലയന്റ് ആണ്, അപ്പോൾ അതുകൊണ്ടാണ് വൈ ഐ എം ഗിവിംഗ് ദീസ് സോർട്ട് ഓഫ് എക്സാമ്പിൾസ്. അപ്പോൾ ഒരു പ്രോജക്റ്റ് എന്ന് പറയുന്നത്, നമ്മൾ സ്റ്റോറിലേക്ക് വരുമ്പോൾ സ്റ്റോറിൽ ഓരോ സാധനങ്ങൾ വെച്ചിട്ടുണ്ടാവില്ലേ. ഫോർ എക്സാമ്പിൾ ഒരു കടന്നു വരുമ്പോൾ അറേഞ്ച്മെന്റ്സ് ഉണ്ടാവില്ലേ സ്റ്റോറിൽ ഓരോ സാധനങ്ങൾ വെച്ചിരിക്കുന്ന, ആ സ്റ്റോറിൻ്റെ ഡിസ്പ്ലേ. അതായത് ഇപ്പോൾ ഫോർ എക്സാമ്പിൾ സമ്മറിലൊക്കെ പറയുകയാണെങ്കിൽ ശരിക്കും കോട്ടൻ്റെ ഡ്രസ്സുകളായിരിക്കും, അല്ലെങ്കിൽ കൂൾ ഡ്രിങ്ക്സ് ആയിരിക്കും കൂടുതലും പുറത്ത് കയറി വരുന്ന ആ റാക്കിലുണ്ടാവുക. ബാക്കിലേക്കൊക്കെ ആയിരിക്കും മറ്റ് തെർമൽസ് ഒക്കെ വരിക. ഇൻ കേസ് വിൻ്റർ ആയി കഴിയുമ്പോൾ തെർമൽസ് ഫ്രണ്ടിലേക്ക് വരും,
കുറച്ചും കൂടിയും അതായത് ഹോട്ട് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഫ്രണ്ടിലേക്ക് വരും. ഇതിന്റെ ഡേറ്റയിൽ ഞങ്ങൾ വർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതൊക്കെ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് ഇമ്പാക്ട് കാണാൻ ഡെയിലി എവറി ഡേ സീയിങ് ദ ഇമ്പാക്ട്. PO is also kind of such a thing. റിയൽ ടൈം ആണ് അതൊക്കെ. ഇപ്പൊ എനിക്ക് വേണമെങ്കിൽ പാതിരാത്രി ഇരുന്നാലും ഓർഡർ പ്ലേസ് ചെയ്യാം. എനിക്ക് വേണമെങ്കിൽ ഐ കൻ മേക്ക് ഇറ്റ് ലൈക്ക് ഒരു വർഷം കഴിഞ്ഞ് നെക്സ്റ്റ് ഇയർ ക്രിസ്മസ് അല്ലേ വരുന്നത്, എനിക്ക് ഇപ്പോഴും ഓർഡർ പ്ലേസ് ചെയ്യാലോ. നോട്ട് നെസസറി എപ്പോൾ പ്ലേസ് ചെയ്യുന്നത്. സോ ഇതൊക്കെ റിയൽ ടൈം ആയിട്ടുള്ള പ്രോജക്റ്റുകളാണ്. നമ്മൾ എന്ത് ചെയ്താലും എന്തെങ്കിലും ഒരു പ്രശ്നം വന്നാലും നമ്മൾ അപ്പൊ തന്നെ കാണാം. അതായത് സംതിങ് ഇസ് നോട്ട് വർക്കിംഗ് ഫൈൻ, അപ്പൊ തന്നെ അറിയാം. അപ്പോൾ എസ്കലേഷൻസ് ഒക്കെ പോകും, അതനുസരിച്ച് നമ്മൾ വർക്ക് ചെയ്യേണ്ടി വരും. അപ്പം ഫസ്റ്റ് സെക്കൻഡ് പറഞ്ഞ കാര്യം ഇൻട്രസ്റ്റിംഗ് ആണ്. അതായത് ഡാറ്റാ സയൻസിന്റെ ഇമ്പാക്ട് നോക്കിയിട്ട് റിക്വയർമെന്റ് ഉള്ള പ്രോഡക്ട്സ് മുമ്പിലേക്ക് പുഷ് ചെയ്യാന്നുള്ള ഒരു സിസ്റ്റം ഉണ്ടായിരുന്നു. അങ്ങനെ ശരിക്കും റിക്വയർമെന്റ് ഗ്യാതറിംഗ് ഇസ് നോട്ട് എ പാർട്ട് ഓഫ് എഞ്ചിനീയറിംഗ് വർക്ക്. അത് BAs ആണ് കൊണ്ടുവരാ. അവരാണ് BA ആയിട്ട് ആവാനായിട്ട് നമുക്ക് ഇങ്ങനെ ടെക്നിക്കൽ നോളജ് അല്ല, ബിസിനസ് അനലിസ്റ്റ്. അവർക്ക് എന്ന് വെച്ചാൽ കുറേ കൂടി ബിസിനസ് ഓറിയന്റഡ് നോളജ് ആണ്, ഡൊമൈൻ സ്പെസിഫിക് നോളജുകളാണ് അവർക്ക് വേണ്ടത്. അതാർക്കും അക്വയർ ചെയ്യാം എന്നൊരു സാധനമാണ്. കുറച്ചും കൂടി ബിസിനസ് ആയിട്ട് റിലേറ്റഡ് ആണ്. നോട്ട് ജസ്റ്റ് സെയിൽസ് ബട്ട് വിത്തിൻ ദ ബിസിനസ്. സെയിൽസ് മാത്രമല്ല, മറ്റു സാധനങ്ങളൊക്കെ ലിങ്ക് ചെയ്യണം. ഡേറ്റ ഉപയോഗിക്കുന്ന ആൾക്കാരായിട്ട് അവർ, ഫോർ എക്സാമ്പിൾ നമ്മൾ ആലോചിക്കുക, നമുക്കൊരു ഫോൺ വാങ്ങിക്കുന്നേക്കാം. ഞാൻ പറയണ ഫോൺ വേണമെന്നേ പറഞ്ഞുള്ളൂ റിക്വയർമെന്റ് ആയിട്ട്. എന്ത് ഫോൺ വേണം, എത്ര എന്നിട്ട് റാം വേണം, എന്ത് പ്രോസസ്സ് വേണം എന്നൊക്കെ അന്വേഷിക്കാൻ പോകുന്നത് BA ആണ്. അത് പക്ഷെ BA നമ്മുടെ അടുത്ത് വന്ന് പറയും ഇതാണ് ഫോൺ ഉണ്ടാക്കലാണ് നിങ്ങളുടെ പണി. കൈൻഡ് ഓഫ് ഫോൺ ഉണ്ടാക്കലും മേ ബി ഇപ്പൊ കണ്ടുപിടിക്കലാണെങ്കിൽ കണ്ടുപിടിച്ച് കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സിമ്പിൾ ആയിട്ട് പറയാം. അതല്ല എക്സാക്ട്ലി കേട്ടോ, പക്ഷെ സിമിലർലി ആ ഒരു കൈൻഡ് ഓഫ് വർക്കാണ്. എക്സാമ്പിൾ ഇട്ട് പറഞ്ഞു. അങ്ങനെയാണ് നമ്മൾ. അപ്പോൾ റിക്വയർമെന്റ് ഗ്യാതറിംഗ് ഇസ് ഡൺ ബൈ സമൺ എൽസ്, വി ട്രൈ ടു അച്ചീവ് ഇറ്റ്. നമ്മൾ കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇപ്പോൾ സാറിനാണ് വേണ്ടതെന്ന് വിചാരിക്കുക ഫോൺ വേണ്ടത്. അപ്പോൾ സാർ യൂസർ, മെയിൻ എഞ്ചിനീയർ, സമൺ എൽസ് ഇസ് എ BA നമ്മളോട് വന്ന് പറഞ്ഞു ഇന്നത് വേണം, അപ്പോൾ നമ്മൾ ചെയ്തു. അപ്പോൾ നമുക്ക് കുറച്ച് ഡൗട്ട്സ് ഉണ്ടാകുമെന്ന് വിചാരിക്കുക. അപ്പോൾ ഫോർ എക്സാമ്പിൾ ക്യാമറ എത്ര ഇത് വേണം, അപ്പോൾ പറയാണ് ഇന്നത് വേണം. അപ്പോൾ വീണ്ടും ചെന്ന് ചോദിക്കുകയാണ് ക്യാമറ എന്ത് വേണം, എത്ര ക്യാമറ ഉള്ളത് വേണം, അങ്ങനെ മറ്റ് ഡയമെൻഷൻസ് ഒക്കെ ചോദിച്ച് നമ്മൾ ചില സാധനങ്ങൾ ചോദിക്കുകയാണ്. തന്നെ ബൈ ഡിഫോൾട്ട് നമ്മൾ ഇട്ടുണ്ടാവും. എല്ലാം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു മീറ്റിംഗ് വെക്കും, നമ്മൾ ഒരുമിച്ചുള്ളൊരു മീറ്റിംഗ് വെക്കും. ആ മീറ്റിങ്ങിൽ നമ്മൾ ഡിസൈഡ് ചെയ്യണം, നമ്മൾ പറയാണ് ഇന്ന സാധനങ്ങളൊക്കെയാണ് ഇട്ടത്, ഇന്നത് മതിയോ. അപ്പോൾ അങ്ങനെ നമ്മൾ പറഞ്ഞു കഴിയുമ്പോൾ ഓക്കെ, ദെൻ വിൽ മേക്ക് എ ഫോൺ അക്കോർഡിംഗ്ലി. ഇപ്പം നിങ്ങളുടെ ഈ ജേർണി ഉണ്ടായിട്ടുണ്ടല്ലോ 2019 തൊട്ട് ഇങ്ങോട്ട്, ഈ എൻ്റയർ ജേർണിനകത്ത് ഇപ്പം any aspiring girl or boy, right, who is who has passed degree, because you said TCS ന്റെ minimum is degree, so any aspiring girl or boy who has passed a technical degree, നിങ്ങളുടെ ജേർണിയിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ഒരു കാര്യം എന്തായിരിക്കും അവർക്കും കൂടെ they also want to be like you, then what will be the thing that they have to replicate in this journey? Make sure most important thing, like I think you should be really ready to learn. Okay. Not necessary എല്ലാ സാധനം എല്ലാവർക്കും അറിയാമെന്നുള്ളത്. മൈ ഓൺ എക്സാമ്പിൾ, എനിക്കൊന്നും അറിയില്ലായിരുന്നു. ഒരുപാട് സാധനം ഞാൻ പഠിക്കാൻ റെഡി ആയതുകൊണ്ടാണ് ഐ എം സ്റ്റാൻഡിങ് ഹിയർ ടുഡേ. അതേപോലെ തന്നെയാണ് മിക്കൊരു സിറ്റുവേഷൻ. ഈവൻ IT പൊതുവേ ഒരു ഫീൽഡ്, ടെക്നോളജീസ് ഗെറ്റ് ഡെവലപ്പിംഗ് ലൈക്ക് എനിത്തിങ്, ഒരു ബൂം പോലെയാണ് പോകുന്നത്. അപ്പോൾ അതിനകത്ത് നമുക്ക് എപ്പോഴും പഠിക്കാനുള്ള ഒരു ഇൻട്രസ്റ്റ് ഉണ്ടാവണം. ഇൻട്രസ്റ്റ് മാത്രം ഉണ്ടായ പോലെ യു ഷുഡ് പുട്ട്, ഞാൻ പറഞ്ഞില്ലേ ആ 0.001% അത്രയെങ്കിലും എഫേർട്ട് പെർ ഡേ എങ്കിലും എടുക്കാൻ ശ്രമിക്കണം. നമ്മൾ നോ പെയിൻ നോ ഗെയിൻ തന്നെയല്ലേ പരിശ്രമിക്കുന്നത്. always try to be open to learn new things. Yeah, open to learn new things, because എപ്പോഴും ടെക്നോളജി മാറിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് ഞങ്ങൾ പൈത്തൺ യൂസ് ചെയ്യുന്നത് വെച്ചാൽ നാളെ പൈത്തൺ ആയിരിക്കുന്നില്ല. നോ കോഡിങ് വന്നു തുടങ്ങി. അപ്പോൾ യു ഹാവ് ടു ലേൺ നോസ് കോഡ് വെച്ചിട്ട് എങ്ങനെയാണ് എഞ്ചിനീയറിംഗ് പഠിക്കുന്നതെന്ന് പഠിക്കേണ്ടി വരും. നോസ് കോഡ്, കോഡ് ഇല്ലാണ്ട് നോ കോഡ്. നോ കോഡ്, ഓക്കെ. ഈ നോ കോഡ് കാര്യം പറഞ്ഞപ്പോൾ ഇപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ സ്റ്റുഡൻസിൻ്റെ ഇടയിലാണെങ്കിൽ ഈ AI വന്നതുകൊണ്ട് ആർക്കും വേണമെങ്കിലും കോഡ് ചെയ്യാം എന്നുള്ളൊരു കോൺസെപ്റ്റ് ചെറുതായിട്ട് വരുന്നുണ്ട്. അപ്പോൾ ആ ഒരു സിനാരിയോനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്താണ്? അതായത് IT ഇത്തിരി ഡൗൺ ആകും, ITക്ക് പഴയ പോലെ ഉണ്ടാവത്തില്ല, അങ്ങനെ ഒരു അഭിപ്രായം. കുറേ ജോലികൾ ഡെഫിനറ്റ്ലി ഒരു AI സിസ്റ്റം വന്നു കഴിയുമ്പോൾ കുറേ ജോലികൾ പോകും. കാരണം അവിടെ ചോദിക്കുമ്പോൾ തന്നെ കോഡ് മൊത്തം തരുമല്ലോ. അത് കുറേയൊക്കെ ചെറിയ ആപ്ലിക്കേഷൻസ് പോസിബിൾ ആണ്. പക്ഷെ സ്റ്റിൽ കമ്പനിയുടെ ഉള്ളിലൊന്നും അത് അങ്ങനെയല്ല അത് വർക്ക് ചെയ്യുന്നത്. അതായത് നമ്മൾ വിത്തിൻ our own സിസ്റ്റം ഉണ്ടായാലും വി ഹാവ് ടു പുട്ട് മാനുവൽ എഫേർട്ട് ഇൻ ടു ഇറ്റ്. അതുകൊണ്ട് അത് അങ്ങനെയല്ല നടക്കുന്നത്. അതുകൊണ്ട് നോ വറീസ്, എവറി ടൈം യു ഹാവ്. ആൻഡ് AI കൊണ്ട് ജോലി പോവുകയാണെങ്കിൽ അതനുസരിച്ച് അത്രയും ജോലികൾ വരുന്നുണ്ട്. അതുകൊണ്ട്
ഇറ്റ്സ് ബാലൻസിൽ പോകേണ്ട ഇതൊക്കെ, അല്ലാണ്ട് എല്ലാവരും ജോലി ഇല്ലാണ്ടൊന്നും ഇരിക്കില്ല. ഇരിക്കത്തില്ല. ഐ.ടിയിലാണെങ്കിലും സജീവമായിട്ട് ജോബുകൾ ഉണ്ടാവും. AI പ്രത്യേകിച്ച് ഇപ്പൊ കുറെ പേർക്ക് ഇൻട്രസ്റ്റ് ഉണ്ട്. ഇപ്പൊ AI മേഖലയിൽ ജോലി ഉണ്ടോ? ചാറ്റ് GPT ഒക്കെ വന്നപ്പോൾ ഐ തിങ്ക് ലിറ്ററലി എവരിവൺ ഈസ് യൂസിങ് ദാറ്റ്. ഗൂഗിളിന് റീപ്ലേസ് ഇപ്പൊ യൂസ് ചെയ്യുന്നത്. അതെ അതെ. അപ്പോൾ അതുകൊണ്ട് ജോലി അങ്ങനത്തെ ഡൊമൈൻസിലേക്ക് ജോബുകളൊന്ന് റീഅലോക്കേറ്റ് ആവത്തുള്ളൂ. റിയലൊക്കെ യെസ് അങ്ങനെയാണ്. അപ്പോൾ നമുക്ക് വളരെ ഇൻഫോർമേറ്റീവ് സെഷൻ ആയിരുന്നു ഗൈസ്, വളരെ ലോങ് സെഷൻ ആയിരുന്നു. അപ്പോൾ ഞാൻ കഴിഞ്ഞ ഇൻ്റർവ്യൂയുടെ താഴെ വെക്കാനാണ് മാക്സിമം ശ്രമിച്ചത്, കാരണം കുറേ ആൾക്കാർ പറഞ്ഞു നമുക്ക് ഇൻ്റർവ്യൂ ഭയങ്കര നീണ്ടുപോയിന്ന്. അപ്പോൾ ഇതിനകത്ത് ഇപ്പോൾ നമുക്ക് എല്ലാ യൂസ്ഫുൾ ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ട് അഗീതയുടെ അടുത്ത്. ഇനി എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻസിൽ ചോദിക്കാം. ഞങ്ങൾ വരുന്ന സെഷൻസിനകത്ത് ആ ഡൗട്ട്സും കൂടെ നമ്മൾ റെക്ടിഫൈ ചെയ്യാൻ നോക്കാം. ഓക്കെ, താങ്ക് യു.